السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الحمد لله الذي أمرنا بالاتباع ونهانا عن الابتداع، وأشهد أن لا إله إلا الله الواحد القهار، وأشهد أن محمدًا عبده ورسوله النبي المختار. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال الرسول يا رب إن قوم اتخذوا هذا القرآن مهجورا. إليك يا ربي قد وجهت حاجاتي، وجئت ببابك يا ربي برعباتي. أنت العليم الذي يجري الضمير به، يا عالم الغيب علام الغيوبات. قض الهوائج لي ربي ولست أرى سواك يا ربي من قاض لي حاجاتي، قاض لي حاجاتي. ഏറെ സ്നേഹബഹുമാനം നിറഞ്ഞ പ്രിയമുള്ള കാരണവന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അതിലുപരി ഈ സദസ്സിന് പുറത്ത് എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഇതരമത ആദർശ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ഇന്നെൻ്റെ ഈ ഒരു വൈകുന്നേരത്തിൽ അള്ളാഹുവിൻ്റെ ദീന് പറയാൻ, അതിനെ കേൾക്കാൻ നമ്മോട് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു സ്വാലിഹായ അമലായി പരിപൂർണമായി അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ പ്രോഗ്രാം ഇവിടെ സംഘടിപ്പിക്കുന്നത് മുജാഹിദുകളായ ആളുകളാണ്, സലഫികളാണ്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ആളുകളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വ്യത്യസ്തമായ ചിന്തകളോടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ആളുകളുണ്ടാവാം. അതിവിടെയുള്ള ആളുകളെ മോശക്കാരായി ചിത്രീകരിക്കാനാണ്
അല്ലെങ്കിൽ മറ്റുള്ള സമസ്ത പോലുള്ള സംഘടനകളുടെ നിലപാടുകൾക്കെതിരെ അവരെ മോശക്കാരായി സംസാരിക്കാനാണ് എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ അവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പറയാനുള്ളത് ആരെങ്കിലും വ്യക്തിഹത്യ ചെയ്യാനോ പ്രതിപക്ഷ ബഹുമാനമില്ലാതെ സംസാരിക്കാനോ ഇകഴ്ത്തി സംസാരിക്കലോ നമ്മളുടെ ലക്ഷ്യമല്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ഇസ്ലാഹല്ലാതെ ഒരു ഗുണം പ്രതീക്ഷിച്ചുള്ള സംസാരമല്ലാതെ മറ്റൊന്നും നമ്മളിതുകൊണ്ട് ആഗ്രഹിക്കുന്നില്ല. വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഉദ്ധരിക്കും, പ്രവാചകന്റെ ഹദീസുകൾ ഉദ്ധരിക്കും, ഇമാമിങ്ങളുടെ ഇബാറത്തുകൾ അതിനെങ്ങനെയാണ് വിശദീകരിച്ചത് എന്ന് പറയും, അതിനെതിരെ നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്താണെന്ന് വിശദീകരിക്കും. അത് മുഴുവൻ അണ്ണാക്ക് തൊടാതെ അതേപോലെ സ്വീകരിക്കണമെന്ന വാദവും നമ്മളുടെ മുമ്പിലില്ല. മിനിമം ഒരു ആൻഡ്രോയിഡ് ഫോണെങ്കിലും കയ്യിലില്ലാത്ത ആരും ഇവിടെ ഉണ്ടാവില്ല. ഉദ്ധരിക്കുന്ന ആയത്തുകളെ മാക്സിമം നമ്പറുകൾ പറയുമ്പോൾ, കിതാബുകളുടെ നമ്പറുകൾ പേരുകൾ പറയുമ്പോൾ നിങ്ങൾക്കത് നോട്ട് ചെയ്യാം. ഏറ്റവും സ്വീകാര്യന്മാരായ പണ്ഡിതന്മാരോട് നിങ്ങൾക്കത് ചോദിച്ചു നോക്കാം. ഇത് വാശിയോ വൈരാഗ്യമോ ഒന്നുമല്ല. നമ്മളുടെ ഖബറിൽ നമ്മൾ മാത്രമേ ഉണ്ടാകൂ. അവിടെ രക്ഷപ്പെടാൻ ഏത് വഴി നമ്മൾ സ്വീകരിക്കണമെന്നുള്ളത് ഈ ഇത്തിരി പോന്ന ജീവിതത്തിൽ തീരുമാനിക്കാനുള്ളതാണ്. പല ആളുകളും പറയും, എല്ലാവരും ഖുർആൻ തന്നെയല്ലേ ഓതുന്നേ, എല്ലാവരും ഹദീസൊക്കെ തന്നെ പറയണേ, ഇനിയിപ്പോൾ എന്തായാലും മരിച്ചു പോയാൽ അവിടെ ശരിയും തെറ്റൊക്കെ അവിടെ നിന്ന് ബോധ്യപ്പെടും, അപ്പം തീരുമാനിക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ശരിയും തെറ്റും അവിടെ ബോധ്യപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അവിടെ ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അതിനെ തിരിച്ച് ദുനിയാവിലേക്ക് വന്ന് കറക്റ്റ് ചെയ്ത് മടങ്ങിപ്പോകാനുള്ള ഒരു അവസരം അല്ലാഹു തആല ഒരാൾക്കും നൽകിയിട്ടില്ല. സാക്ഷാൽ അള്ളാഹുവിൻ്റെ ശുഹദാക്കൾക്ക് പോലും അള്ളാഹു നൽകിയിട്ടില്ല എന്നുള്ളത്. വലാ തഹ്സബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത എന്ന ആയത്തിൻ്റെ സബബുൻ നുസൂൽ ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലത്തിൽ തഫ്സീറിലൂടെ കാണാൻ സാധിക്കും. ശുഹദാക്കൾക്ക് അള്ളാഹു സ്വർഗത്തിലെ എല്ലാ അനുഭൂതികളും അള്ളാഹു തആല കൊടുക്കുമ്പോൾ അവരോടല്ല ചോദിക്കുന്നുണ്ട്, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് വേണോന്ന്. അള്ളാഹുവെ തന്നത് തന്നെ ധാരാളമാണ്. പക്ഷെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഒന്നുകൂടെ ദുനിയാവിലേക്കൊന്ന് മടക്കിത്തരുമോ? എന്തിനാണെന്നറിയോ? ഇനിയും നിന്റെ മാർഗത്തിൽ ഷഹീദാവാൻ വേണ്ടിയിട്ടാണ്. മാത്രമല്ല, ശുഹദാക്കൾക്ക് ഇവിടെ നൽകുന്ന സ്ഥാനം ഞങ്ങളുടെ പിൻഗാമികളോട് പറഞ്ഞു കൊടുക്കാനാണ്. അതിൻ്റെ മഹത്വം അവർ മനസ്സിലാക്കിയാൽ ഒരിക്കലും അവർ ജിഹാദിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലാഹ് പറയുന്നുണ്ട്, സബഖ മിന്നി അൽ ഖൗൽ, എന്നിൽ നിന്നൊരു വാക്ക് മുൻകടന്ന് വന്നിട്ടുണ്ട്. മരണപ്പെട്ട ആരെയും ഞാൻ ഇനി തിരിച്ച് മടക്കി അയക്കില്ല, അതെൻ്റെ തീരുമാനമാണ്. എന്നിട്ട് അല്ലാഹു ഞാൻ തന്നെ അറിയിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് അവതരിപ്പിച്ച ആയത്താണ് വലാ തഹ്സബന്നല്ലദീന ഖുതിലൂ ഫീ സബീലില്ലാഹി അംവാതാ. അള്ളാന്റെ മാർഗത്തിൽ ഷഹീദായവരെ സംബന്ധിച്ച് മരിച്ചവനാണെന്ന് നിങ്ങൾ വിചാരിച്ചു പോകണ്ട. അവരല്ലാന്റെ അടുക്കൽ ജീവിച്ചിരിക്കുന്നവരാണ്. അള്ളാന്റെ അടുക്കൽ അവര് ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ഉപജീവനം പോലും നൽകപ്പെടുന്നുണ്ട് എന്ന് അള്ളാന്റെ ഖുർആൻ തന്നെ രേഖപ്പെടുത്തുമ്പോ പല ആളുകളും ഈ ആയത്ത് പോലും ദുർവ്യാഖ്യാനിച്ച ആൾക്കാരുണ്ട്. അതായത് അവരെല്ലാം കേൾക്കും, എല്ലാം അറിയും, അവർ ജീവിച്ചിരിക്കുന്നില്ല എന്നാ പറയാം. പക്ഷെ അല്ലാഹ് പറഞ്ഞെന്താണ്? ബൽ അഹ്യാഉൻ ഇൻദ റബ്ബിഹിം, അള്ളാന്റെ അടുക്കലാ ജീവിച്ചിരിക്കുന്നത്. പള്ളി ദർസുകളിലൊക്കെ ആദ്യം ഓതി പഠിക്കുന്ന തഫ്സീറു ജലാലൈനിയിലെ അവരുടെ ആത്മാക്കൾ ഹരിതപറവകൾക്കുള്ളിലായി സ്വർഗത്തിൽ വിഹരിക്കുമെന്നാണ് അതിൻ്റെ അർത്ഥമെന്ന് മലയാള പരിഭാഷ സഹിതം നമ്മൾ ഇറക്കിയിട്ടുണ്ട്. ഇനി വീണ്ടും ഞാൻ പറഞ്ഞുതരാം. ഒരു ഷഹീദ് രണഭൂമിയിൽ ഷഹീദായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വത്ത് അനന്തര ഓഹരി വെക്കും. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മറ്റൊരാൾക്ക് നിക്കാഹ് കഴിക്കാൻ അവകാശമുണ്ട്. മരിച്ചിട്ടില്ല, അവർ ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നവരാണെങ്കിൽ സ്വത്ത് അനന്തരം വെക്കാൻ പാടില്ല.
അവരുടെ ഭാര്യമാരെ മറ്റൊരാൾക്ക് വിവാഹം കഴിക്കാൻ പാടില്ല. അപ്പം നമ്മുടെ ഉസ്താദുമാർ പറഞ്ഞു തരുന്ന അർത്ഥമല്ല അതിലെ ശരി. അവർ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ അടുക്കൽ അവർ ജീവിച്ചിരിക്കുന്നു. അവർക്ക് അള്ളാഹു ഉപജീവനം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വർഗത്തിൻ്റെ അനുഭൂതികൾ, അതിൻ്റെ ഉപജീവനങ്ങൾ, അതിൻ്റെ റിസ്കുകൾ അള്ളാഹു അവർക്ക് നൽകുന്നു എന്നർത്ഥം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, മരണപ്പെട്ട ആരും തിരിച്ചു വരാൻ കഴിയില്ല. ഈ സമയം നമുക്ക് പരിശോധിക്കാം, ഈ സമയം നമുക്ക് ചിന്തിക്കാം. അതെല്ലാം പഠിക്കാനുള്ള തീരുമാനമില്ലെങ്കിൽ മരണത്തിൻ്റെ സന്ദർഭങ്ങളിലൂടെ ബോധ്യപ്പെടുമ്പോ അല്ലാഹുവിനോട് കെഞ്ചി പറയുന്നൊരു വാക്കുണ്ട്. വിശുദ്ധ ഖുർആനിന്റെ 23-ാം അധ്യായം സൂറത്ത് മുഅ്മിനൂൻ 99-100 ആയത്തുകളിലൂടെ കാണാ, റബ്ബിർജിഊൻ, ഒന്ന് മടക്കി തരുമോ അല്ലാ, ഒന്ന് മടക്കി തരുമോ അല്ലാ. ചെയ്യാതെ വിട്ടേച്ചു പോയ അമലുകളൊക്കെ ചെയ്തോളാമെന്ന് പറയുമ്പോ അല്ലാഹു പറയുന്നുണ്ട്, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ, വേണ്ടാട്ടോ, അവൻ വെറുതെ പറയുന്നൊരു വർത്തമാനം മാത്രമാണത്. അവരുടെ പിന്നിലുള്ളത് ബർസഖിന്റെ ജീവിതമാണ്, മറയുടെ ജീവിതമാണ്, ഖബറിന്റെ ജീവിതമാ. അവരെ മടക്കി വിടണ്ട എന്ന് അല്ലാഹു മലക്കുകളോട് നിർദ്ദേശം കൊടുക്കുകയാണ്. മരിക്കണ നേരത്തെ ബോധ്യപ്പെടുന്നുണ്ട്, പക്ഷെ അള്ളാഹിനോട് പറയും ഒന്ന് മടക്കിച്ചേരോ. ഇത് സൂറത്ത് മുഅ്മിനൂനിൽ മാത്രമല്ല, സൂറത്ത് മുനാഫിഖൂനിലും അല്ലാഹു തആല ഈ വിഷയം ആവർത്തിക്കുന്നുണ്ട്. തീർന്നില്ല. പരലോകത്ത് കടന്നു വരുമ്പോഴും അള്ളാഹിനോട് പറയുന്നുണ്ട്, ഒന്ന് ദുനിയാവിലേക്കൊന്ന് മടക്കിയിരുന്നെങ്കിൽ. പ്രിയമുള്ളവരെ, ഒരൊറ്റ ആയത്ത് മാത്രമാണ് നിങ്ങളുടെ ഹൃദയത്തിലൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്. വെള്ളിയാഴ്ചയുടെ സുബഹിക്ക് നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്ത് സജ്ദ 12, 13, 14 ആയത്തുകളിലൂടെ കാണാ, വലൗ തറാ ഇതിൽ മുജ്രിമൂന നാകിസൂ റൂസിഹിം ഇൻദ റബ്ബിഹിം, വലൗ തറാ ഇതിൽ മുജ്രിമൂൻ, കുറ്റവാളികളായ ആളുകളെ നീ ഒന്ന് കണ്ടിരുന്നെങ്കിൽ, അവരുടെ തലകളെ അവർ കുത്തിപ്പിടിച്ചതായ അവസ്ഥകളിലൂടെ കടന്നു വരുന്നത്. ദുനിയാവിൽ ഒരു കുറ്റവാളിയെ കൊണ്ടുവരുമ്പോ മിന്നിമായുന്ന മാധ്യമ പ്രവർത്തകരുടെ ക്യാമറകൾക്ക് മുമ്പിൽ തലകുനിക്കുന്ന പോലെയല്ല. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് യാസീനിലൂടെ പറഞ്ഞില്ല, അഗ്ലാലൻ ഫഹിയ ഇലൽ ലദ്ഖാനി ഫഹും മുഖ്മഹൂൻ, അവരുടെ പിരടി മുതൽ ഞെരിയാണി വരെ ചങ്ങലകളാലെ ബന്ധിച്ചവരായി അവര് പറയുന്നുണ്ട്, റബ്ബനാ അബ്സർനാ വസമിഅനാ, അല്ലാഹുവേ ഞങ്ങൾ കണ്ടു, അല്ലാ സബാനിയത്തിന്റെ മലക്കിന്റെ കയറ്റവും ഇറക്കവും ഞങ്ങൾ കണ്ടു, അല്ലാ കൊട്ടാരം കണക്ക് തീപ്പൊരികൾ പാറുന്നത് കണ്ടു, റബ്ബേ നരകത്തിന്റെ ഭയവിഹ്വലമായ കാഴ്ചകളെ ഞങ്ങൾ കണ്ടുപോയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഫർജിനാ, ഞങ്ങളെ ഒന്ന് മടക്കി തരികയാണെങ്കിൽ, നഅമൽ സ്വാലിഹാ, നല്ലതുപോലെ പ്രവർത്തിച്ചോളാമല്ലാ, നല്ലതുപോലെ അമൽ ചെയ്തോളാമല്ലാ. ഇന്നാ മൂഖിനൂൻ, തീർച്ചയായും ഞങ്ങൾ ദൃഢവിശ്വാസികളായി കൊള്ളാമല്ലാ, ഉറപ്പായുമല്ലാ എന്ന് റബ്ബിനോട് കെഞ്ചി പറയുമ്പോ അല്ലാഹു പറയുന്നുണ്ട്, നരകത്തെ നിറക്കുമെന്നുള്ളത് എന്റെ വാഗ്ദത്തമാണെങ്കിൽ, ഫദൂഖൂ ബിമാ നസീതും ലിഖാഅ യൗമികും ഹാദാ, നിങ്ങൾ അനുഭവിച്ചോ, നിങ്ങൾ ആസ്വദിച്ചോ, ഈ ദിവസത്തെ കണ്ടുമുട്ടുമെന്നുള്ളതിനെ നിങ്ങൾ മറന്നതല്ലയോ. അതുകൊണ്ട് അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാ നസീനാകും, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയുന്നു എന്ന് അല്ലാഹ്, ഇന്ന് നാം നിങ്ങളെയും മറന്നു കളയാണ്. പ്രിയമുള്ളവരെ, ആ സമയത്ത് പോലും അള്ളാഹിനോട് പറയുന്നത്, ദുനിയാവിലേക്കൊന്ന് മടക്കി തരോ, ഞങ്ങൾ ദൃഢവിശ്വാസികളായിക്കൊള്ളാ. അല്ലാഹു മടക്കി തരൂല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുണ്ടെങ്കിൽ ഈ സമയമുള്ളൂ തീരുമാനിക്കാൻ, ഈ സമയമുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, രക്ഷപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
അവിടുന്ന് ഒരു ദിശാബോധം നൽകാൻ ലോകത്തിന്റെ പ്രവാചകനെ നിയോഗിക്കുമ്പോൾ ആ റസൂലിലൂടെ ഇൻസാലുൽ കുത്തുബ വേദഗ്രന്ഥങ്ങളുടെ അവതരണമുണ്ടായി. അതിനെ വിശദീകരിക്കാൻ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിതനായി. ആ പ്രവാചകൻ തന്റെ ദൗത്യം പൂർത്തീകരിച്ച് ലോകത്തോട് വിട പറയുമ്പോൾ നമ്മളോട് പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യം നിങ്ങളിൽ വിട്ടേച്ചു പോവാൻ. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അവ രണ്ടും നിങ്ങൾ മുറുകെ പിടിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വഴിപഴച്ചു പോവില്ല. ആ രണ്ട് പ്രമാണങ്ങൾ എന്താണ്? ഒന്ന് അല്ലാഹുവിന്റെ കിതാബാണ്, ഖുർആനാണ്. മറ്റൊന്ന് വസുന്നത നബിയിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചര്യയാണ്. ഇത് രണ്ടും നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഒരു കാലത്ത് നിങ്ങൾ വഴിപഴക്കില്ല എന്നാണ്. പക്ഷെ എവിടെയാണ് തകരാറുണ്ടായതെന്നറിയോ? വിശുദ്ധ ഖുർആൻ പഠിക്കാൻ, അതിനെ ഉൾക്കൊള്ളാൻ, ആ ഖുർആനിന്റെ ആദർശങ്ങളെ സ്വീകരിക്കാൻ നമ്മൾ മനസ്സ് കൊടുത്തില്ല എന്നുള്ള പരാജയമാണ്. ഞാൻ പറഞ്ഞതല്ല കേട്ടോ, വിശുദ്ധ ഖുർആനാണ്. 25-ാമത്തെ ആയമാണ് സൂറത്ത് ഫുർഖാൻ, അതിന്റെ 30-ാമത്തെ ആയത്താണ്. ഏറ്റവും ഉത്തമ തലമുറ എന്ന് അല്ലാഹു വിശേഷിപ്പിച്ച ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് ഇയാം ബാറ്റകളെ പോലെ നരകത്തിൽ വന്ന് വീഴുന്നത് കാണുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാതി പറയുന്നുണ്ട്. വഖാല റസൂൽ യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ. അള്ളാന്റെ പ്രവാചകൻ അള്ളാനോട് പറയുന്നുണ്ട്, റബ്ബേ, എന്റെ ഉമ്മത്തിങ്ങനെ നരകത്തിൽ വീഴാനുള്ള കാരണം എന്താണെന്നറിയോ? ഇത്തഖദൂ ഹാദൽ ഖുർആന മഹ്ജൂറാ, ഈ ഖുർആനിനെ അവഗണിച്ചു പോയല്ലാ. ഈ ഖുർആനിനെ അഗണ്യകോടിയിലേക്ക് തള്ളിക്കളഞ്ഞവരാണ്. നമ്മൾ ആലോചിച്ചൊക്കെ, ഖുർആനെ അവഗണിച്ചവർ നമ്മളാണോ? ഇന്ന് മുതൽ ഇന്ന് വരെ ഖുർആനിന്റെ സൂറത്ത് ഫാത്തിഹ മുതൽ നാസ് വരെ ഒരു തവണയെങ്കിലും ആശയസഹിതം വായിച്ചു നോക്കിയ എത്ര ആളുകൾ ഉണ്ടാവും നമ്മളുടെ കൂട്ടത്തില്? ഉണ്ടാവോ? നമ്മൾ എന്തുകൊണ്ടാണ് മുസ്ലിമായി? ഒരു മുസ്ലിം ബാപ്പാക്കും ഉമ്മാക്കും ജനിച്ചെന്നുള്ളത് കൊണ്ടാണ്. അത് നിസ്സാര കാര്യമല്ല, അള്ളാഹു തന്ന വലിയൊരു തൗഫീഖ് തന്നെയാണ്. അൽഹംദുലില്ലാ, അതിലെല്ലാം നമ്മൾ പറയണേ. പക്ഷെ പ്രായം ഇത്രയായിട്ടും എൻ്റെ ആദർശം എന്താണെന്ന് ആ വിശുദ്ധ ഖുർആൻ നോക്കി ഒരു തവണയെങ്കിലും നോക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. പ്രിയമുള്ളവരെ, ഖുർആനിൽ എത്ര ആയത്തുണ്ടെന്ന് ചോദിച്ചാൽ പോലും നമ്മുടെ ആളുകൾക്ക് അറിയില്ല. നമ്മുടെ ആളുകളൊക്കെ വിചാരിച്ചെന്നറിയോ? ഖുർആൻ എന്ന് പറഞ്ഞൊരു മുഅ്ജിസത്താണ്, അമാനുഷികതയാണ്. അതിൻ്റെ ആയത്ത് 4 ആറുകൾ ഒരുമിച്ച് കാണുമ്പോൾ 6666 എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയൊരു അത്ഭുതമായിട്ട് കാണുന്ന ആളുകളാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങളാലോചിച്ചൊക്കെ എത്ര പണം മുടക്കാൻ ആളുകൾക്ക് മടിയില്ല. ഇതുപോലൊരു ഇൽമിന്റെ സദസ്സിൽ കോഴിമുട്ട, ഈത്തപ്പഴം, തേനൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഖുർആനിന്റെ ആയത്തിന്റെ നമ്പറാന്നും പറഞ്ഞ് 6666 വിൽപ്പന നടത്താനും ഉസ്താദുമാർക്കും മടിയില്ല, അതിനെ വാങ്ങാൻ ജനങ്ങൾക്കും മടിയില്ല. പ്രിയമുള്ളവരെ, ആരാ നിങ്ങളോട് പഠിപ്പിച്ച 6666 ആയത്താണ്? ഫാത്തിഹ, ബഖറ, ആൽ ഇംറാൻ, നിസാ, മാഇദ, അൻആം, അഅറാഫ്, അൻഫാൽ, തൗബ, യൂനുസ്, യൂസുഫ്, റഅദ്, ഇബ്രാഹിം, നീണ്ടുകിടക്കുന്ന ഖുർആനിന്റെ 114 അധ്യായങ്ങളിൽ 6230 ചില്ലറ, 32 to 36 അതിനിടയിൽ തീരാവുന്ന തർക്കങ്ങളേ ഉള്ളൂ. നമ്മൾ ഇതിനെ കണ്ടാൽ അറപ്പുളവാക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന മോശപ്പെട്ട ഒരു ജീവിയുടെ പേരല്ല, അതിന്റെ നമ്പർ കാണിച്ച ജൂതന്മാര് പറഞ്ഞു ഇത് ഖുർആനിന്റെ ആയത്തിന്റെ നമ്പറാണെന്ന് പറഞ്ഞപ്പോ അതുപോലും മണ്ണാക്ക് തടാതെ സ്വീകരിച്ചവരാണ് ഇവിടെയുള്ള മുസ്ലിം ഉമ്മത്ത് എന്ന് പറയുന്ന വേദനയുണ്ട്. പ്രിയമുള്ളവരെ, അതുപോലെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. ഇനി 6000-ഓളം വരുന്ന ആയത്തുകളിലെ ഒരു 1000 ആയത്തെങ്കിലും ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയാൻ ഓർമ്മ വെച്ച നാള് 10 കൊല്ലം കിട്ടിയ സദസ്സിലിരിക്കുന്നവരോടും പുറത്ത് നിൽക്കുന്നവരോടും പറയാനുള്ളത്, ഒരു ദിവസം അല്ലാഹുവിന്റെ ഖുർആൻ 2 ആയത്ത് പഠിച്ചിരുന്നെങ്കിൽ 10 കൊല്ലം കൊണ്ട് 7300-ഓളം ആയത്ത് പഠിക്കാനുള്ള സമയം അല്ലാഹു ആയുസ്സിൽ തന്നിട്ടുണ്ട്. 200 കോടി ബൃഹത് ഗ്രന്ഥങ്ങളെ സൂക്ഷിക്കാനുള്ള മെമ്മറി കപ്പാസിറ്റി നമ്മുടെ തലച്ചോറിൽ അല്ലാഹു തന്നിട്ടുണ്ട്. ബുദ്ധി തന്നു, സമയം തന്നു. ഖുർആനിലാകെ 6200 ചില്ലറ ആയത്തല്ലേ ഉള്ളൂ. റിവിഷൻ സഹിതം പഠിക്കാനുള്ള സമയം തന്നിട്ടും അതിനെ പഠിക്കാത്തവരെ, അതിനെ അറിയാത്തവരെ, അതിനെ ഉൾക്കൊള്ളാത്തവരെ
പറയാൻ പറ്റുമോ ഞാൻ ഖുർആനിന്റെ വക്താവാണ് എന്ന്? 62-ാം അധ്യായം സൂറത്തു ജുമുഅ 5-ാമത്തെ ആയത്ത് അല്ലാഹു പറയാണ് മസലുൽ ലദീന ഹുമിലു തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا. തൗറാത്തിന്റെ ആളുകളുടെ പ്രത്യേകത പറഞ്ഞു, ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളെ പോലെയാണ്. എന്താണ്? ഒരു കഴുതയുടെ പുറത്ത് ഈ മലപ്പുറം ടൗണിലൂടെ ഒരു 10 മുസ്ഹഫിന്റെ കോപ്പി അതിന്റെ പുറത്ത് വെച്ച് കെട്ടി നടത്തിച്ചാൽ കഴുത അതുകൊണ്ട് നടക്കും. പക്ഷെ കഴുത ചിന്തിക്കോ, എന്റെ പുറത്തിരിക്കുന്നത് വിശുദ്ധ ഖുർആനാണ്, അതിൽ 114 അധ്യായങ്ങളുണ്ട്, ഇന്ന വിഷയങ്ങളൊക്കെ അതിൽ ചർച്ച ചെയ്യുന്നുണ്ട് എന്ന് കഴുത ചിന്തിക്കൂല. പക്ഷെ അത് കഴുത അത് കൊണ്ട് നടക്കും. അതുപോലെ നിങ്ങളാവല്ലേ എന്ന് അള്ളാന്റെ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയത്. നമ്മൾ പറയും ഖുർആൻ ആരുടേതാ? ഖുർആൻ നമ്മുടേതാണ്. ഇന്ന് എന്താ ഖുർആനിലുള്ളത്? നമുക്കറിയില്ല. പലരും വെല്ലുവിളിച്ചിട്ടൊക്കെ ചോദിക്കും, എന്നിട്ട് ട്രാൻസ്ജെൻഡറിന്റെ വിഷയങ്ങളൊക്കെ അള്ളാന്റെ ഖുർആനിലുണ്ടോ? അള്ളാന്റെ ഖുർആൻ പഠിച്ചോർക്കുന്നതിലൊരു സംശയവുമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ ലോകത്ത് ആണും പെണ്ണുമേ പടച്ചിട്ടുള്ളൂ എന്നും അതിനപ്പുറമുള്ള സൃഷ്ടികളുടെ പ്രത്യേകത എന്താണ് എന്നുള്ളതും അത് രോഗമാണെങ്കിൽ അതിനെ ചികിത്സിക്കണമെന്നും അതിൻ്റെ ഫിഖഹിന്റെ വിശദീകരണങ്ങളിൽ അവരെ ആണിനെങ്ങനെ പരിഗണിക്കണമെന്ന് പെണ്ണിനെങ്ങനെ പരിഗണിക്കണമെന്ന് കൃത്യമായ വിശദീകരണങ്ങളുള്ള മതം തന്നെയാണ് അള്ളാഹുവിൻ്റെ ദീൻ. നമ്മളുടെ പഠനത്തിൻ്റെ പരിമിതികളല്ലാതെ മറ്റൊരു പ്രയാസങ്ങൾ അതിലില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ വിശുദ്ധ ഖുർആൻ പിന്നെ ജനങ്ങൾക്കുണ്ടായ തകരാറെന്തെന്നറിയോ? ഖുർആൻ നമ്മൾ കണ്ടതെങ്ങനെയാണ്? അത് പഠിക്കാൻ ഉൾക്കൊള്ളാനൊന്നുമല്ല. അതിനെ 4 മൂലയിൽ, വീടിൻ്റെ 4 മൂലയിൽ ഒരു കുപ്പിയിലായി കുഴിച്ചു മൂടിയാൽ ഞങ്ങൾക്ക് ഖുർആനോടുള്ള ബാധ്യത വീടി എന്ന് വിശ്വസിക്കുന്നവരാണ് ഒരു സമുദായം. പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടുവന്ന് ഖത്തമോദി വഴങ്ങി ഖത്തമുൽ ഖുർആന്റെ ചീരണിക്ക് കൊടുത്താൽ ഞങ്ങൾക്ക് ഖുർആനോടുള്ള ബാധ്യത വീടി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഒരു ഭാഗം ആളുകൾ. നമ്മൾ വിചാരിക്കണം അതിനെങ്ങനെ നേർച്ചയാക്കി അത് ഹത്തോതി വഴങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു തലക്കൊരു പാരായണ ആരൊക്കെയുണ്ടെങ്കിൽ ഒരു ഇടക്കൊരു യാസീന് കോതിപ്പിച്ചാൽ അതുകൊണ്ട് കഴിഞ്ഞു നമ്മൾ വിചാരിക്കണുണ്ടോ? ഖുർആനിന്റെ പാരായണം ഉണ്ടാവണം. തിലാവത്തുൽ ഖുർആൻ വതഅലീമുൽ ഖുർആൻ, ഖുർആനിന്റെ പഠനമുണ്ടാവണം. വതദബ്ബുറുൽ ഖുർആൻ, ഖുർആനെ പറ്റിയുള്ള ചിന്തകൾ ഉണ്ടാവണം. അതുപോലെ തന്നെ തത്ബീഖുൽ ഖുർആൻ, ഖുർആനെ ജീവിതത്തിൽ പകർത്തുന്ന അവസ്ഥകൾ ഉണ്ടാവണം. ഇതിന് ഖുർആൻ എന്താ നമ്മൾ അറിയണം. ഹുദല്ലിൽ മുത്തഖീൻ, അല്ലാഹനെ സൂക്ഷിക്കുന്നവർക്കുള്ള മാർഗദർശനമാണ് ഖുർആൻ. ലിതുഖ്രിജന്നാസ മിനൽ ളുലുമാതി ഇലന്നൂർ, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാനുള്ള ഗ്രന്ഥമാണ്. ഹാദാ ബലാഉൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്കുള്ള സന്ദേശമാണ് ഖുർആൻ. ഖദ് ജാഅതുകും ബസായിറും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് കണ്ണു തുറപ്പിക്കാനുള്ള ഗ്രന്ഥമാണ് ഖുർആൻ. 2-ാമത്തെയും സൂറത്ത് ബഖറ 2-ാമത്തെ ആയത്ത്, 14-ാമത്തെയും സൂറത്ത് ഇബ്രാഹിം 1-ാമത്തെ ആയത്ത്, 16-ാമത്തെയും സൂറത്ത് നഹ്ല് അല്ലാഹു തആല പറയുന്നു. നമ്മളൊക്കെ പറയും മറ്റുള്ള ആളുകളൊക്കെ ഖുർആൻ തൊട്ട കണ്ണ് പൊട്ടിപ്പോകുന്ന പറയാം. പക്ഷെ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു കണ്ണ് പൊട്ടിപ്പോണ ഗ്രന്ഥമല്ല. ഖദ് ജാഅതുകും ബസായിറും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിൽ നിന്ന് കണ്ണ് തുറപ്പിക്കാനുള്ള ഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി തരാൻ. അതുകൊണ്ട് ആ ഖുർആനിന്റെ പഠിതാക്കളായി അതിന്റെ വക്താക്കളായി നമ്മൾ മാറണം. അങ്ങനെ വന്നാൽ നമുക്കിത് എവിടെയാണ് പ്രശ്നമുണ്ടായതെന്നറിയോ? ഖുർആൻ നമ്മൾ ഒരാളോട് പറഞ്ഞാൽ അള്ളാന്റെ ഖുർആനോ അതൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ട ആവശ്യമില്ല. റസൂലുള്ളാഹിന്റെ ഹദീസോ അതൊന്നുമില്ല, ഞങ്ങളുടെ ഉസ്താദ് പറഞ്ഞാൽ അത് മതി. അതിനെ പറഞ്ഞ് ഖുർആനും വേണ്ട ഹദീസും വേണ്ട. അതിന് ന്യായീകരണമായിട്ട് നമ്മൾ പറയാന്ന് വെച്ചാൽ എല്ലാ കിതാബും കണ്ടതല്ലേ ഉസ്താദ്മാരെന്ന് പറയാം. അങ്ങനെ ഒരു ന്യായീകരണം പറഞ്ഞിട്ട് നമ്മളതിനെ അങ്ങോട്ട് ഒപ്പിച്ച് വെക്കലാണ്. അതിന് മാത്രമല്ല, അതിപ്പോൾ ഞങ്ങളിങ്ങനെ വാപ്പക്കാരണന്മാരായിട്ട് ഇവിടെ ജീവിച്ചു പോകണില്ലേ, അതുപോലെ പോയാൽ മതി. ഇന്നിപ്പോൾ ഒരു ഖുർആനും ഒരു ഹദീസും ഞങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു ജനതയോട് നമ്മൾ പറയുന്ന അല്ലാഹുവിൻ്റെ ഖുർആൻ അതിലും കൃത്യമായ ദിശാബോധം നൽകി. പൂർവികരെ വേണ്ടേ നമുക്ക് വേണം, വാപ്പക്കാരണന്മാരെ വേണ്ടേ നമുക്ക് വേണം. പക്ഷെ ആ പൂർവികരാരാവണം? റസൂലുള്ളയാകണം, സഹാബത്താകുന്ന പൂർവികരാവണം. നമ്മൾ പറഞ്ഞ പൂർവികരാരാ? എൻ്റെ വല്യപ്പ നരകത്തിലാണെങ്കിലേ ഞാനും നരകത്ത് പോയിക്കോട്ടെ എന്നാ, ഞങ്ങളുടെ വലിയ ഉസ്താദ് നരകത്ത് പോവുകയാണെങ്കിൽ ഞങ്ങളും നരകത്ത് പോയിക്കോട്ടെ. അത് പറയാൻ സുഖാണ്. പക്ഷേ
അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഒരു കാരക്കയുടെ ചീള് കൊണ്ടാണെങ്കിലും ആ നരകത്തിന് നിങ്ങൾ കാത്തുകൊള്ളണേ. പ്രിയമുള്ളവരെ, കഠിനമായ ചൂടിന്റെ ആഘാതമാണ്, കഠിനമായ ചൂടിന്റെ ആഘാതമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ, നരകത്തിന്റെ ചൂടിങ്ങനെ കൂടി വരുമ്പോ നരകം അല്ലാഹുവോട് പറയുന്നുണ്ടല്ലോ, എന്റെ ചില ഭാഗങ്ങളെ തിന്നുകൊണ്ടേയിരിക്കുകയാണ്, വല്ലാത്ത ഭീതിജനകമായ സാഹചര്യമാണെന്ന് പറഞ്ഞപ്പോ അല്ലാഹു 2 ശ്വാസം പുറത്തു വിടാൻ അല്ലാഹു നരകത്തിന് വേണ്ടി അനുവാദം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിലൊരു ശ്വാസമാണ് ലോകം മുഴുവൻ ഒരു വർഷത്തിലൂടെ അനുഭവിക്കുന്ന ചൂടെങ്കിൽ, രാവെന്നില്ലാതെ പകലെന്നില്ലാതെ വ്യതിയാനങ്ങൾ സംഭവിക്കുന്ന ലോകത്തിലെ 140 രാജ്യങ്ങളും അനുഭവിക്കുന്ന ചൂട് ആ നരകം വിടുന്നൊരു ശ്വാസത്തിന്റെ അനുബന്ധമാണ്. എങ്കിൽ ആ നരകത്ര ഭയാനകരമാണ്, ആ നരകത്ര ഭയാനകരമാണ്. നിങ്ങളാലേക്ക് ഇത് നിസ്സാരമായ ഒരു കാര്യമല്ല അല്ല. എന്നിട്ടാ നമ്മൾ പറയണേ, എൻ്റെ ഉസ്താദ് നരകത്തിലാണ്, ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് പറയണേ. അത് തീർന്നില്ല. നമ്മൾ പറഞ്ഞ വാപ്പക്കാരന്മാരെ അള്ളാന്റെ ഖുർആൻ പറയാണ്, വാപ്പാനും വെല്ലിപ്പാനൊക്കെ പറയുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരാരാന്നറിയോ? അള്ളാഹുവിൻ്റെ നബിമാര് വന്ന് തൗഹീദ് പറയുമ്പോ ആ നബിമാരെ ധിക്കരിച്ചിരുന്ന കാഫിരീങ്ങളുടെ വാദമായിരുന്നു എന്ന് അള്ളാന്റെ ഖുർആൻ. അത് വെറുതെ പറയാ അല്ല കുഞ്ഞോനെ, അള്ളാന്റെ ഖുർആനിലാണ്, 23-ാം അധ്യായമാണ്, 23, 24 ആയത്തുകളിലാണ്. നോക്കേ, മഹാനായ ഒന്നാമത്തെ മുർസലായ നൂഹ അലൈഹിസ്സലാം, ഒന്നാമത്തെ നബി ആദം നബിയാണ്, ഒന്നാമത്തെ റസൂൽ നൂഹ് അലൈഹിസ്സലാമാണ്. എല്ലാ നബിമാരും റസൂലല്ല, അള്ളാഹു സെലക്ട് ചെയ്തവരൊക്കെ നബിമാരാണ്. ഒരു നാടിന്റെ പ്രബോധന ഉത്തരവാദിത്വമായി അള്ളാഹു അയച്ചവരാണ് റസൂൽ. ആദ്യത്തെ റസൂലായ നൂഹ് അലൈഹിസ്സലാം ആ ജനതയിലേക്ക് കടന്നുവരാണ്. നൂഹ് നബി പറയുന്നുണ്ട്, യാ വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, നൂഹ് നബിയെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് അല്ലാഹു നിയോഗിക്കുമ്പോ നൂഹ് നബി പറയുന്നുണ്ട്, യാ ഖൗമി അബ്ദുല്ലാഹ് മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറു, എന്റെ ജനങ്ങളെ ഏകനായ റബ്ബിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ, അവനില്ലാതെ നിങ്ങൾക്ക് യാതൊരു ആരാധനമില്ല എന്ന് പറയുമ്പോ ആ നാട്ടിലെ കാഫിരീങ്ങളായ പ്രമാണിമാരായ ആളുകൾ പറഞ്ഞു എന്ന് ഫഖാലൽ മലഉല്ലദീന കഫറൂ മിൻ ഖൗമിഹി, ആ ജനതയിലെ കാഫിരീങ്ങളായ പ്രമാണിമാരായ ആളുകൾ പറയുന്നുണ്ട്, ഈ നൂഹ് നമുക്കിടയിലൂടെ ആളാകാൻ വേണ്ടി ശ്രമിക്കുന്നവനാണ്. മാ സമിഅനാ ബിഹാദാ ഫീ ആബാഇനൽ അവ്വലീൻ, നമ്മളുടെ പൂർവികരാകുന്ന വാപ്പക്കാരണന്മാരൊന്നും ഇങ്ങനെ പറയുന്നു. നമ്മൾ പറഞ്ഞു വന്ന വിഷയം അതൊന്ന് ക്രോഡീകരിച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം ഇശാ ജമാഅത്തിന് വേണ്ടി പിരിയാം. നൂഹ് നബി അലൈഹിസ്സലാം ജനങ്ങളോട് പ്രബോധനം ചെയ്തപ്പോൾ അവിടുത്തെ കാഫിരീങ്ങൾ പറയാം, അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് നൂഹ് പറയുമ്പോൾ നമ്മളുടെ വാപ്പക്കാരണന്മാരൊന്നും ഇങ്ങനെ പറയുന്നതായി നമ്മൾ കേട്ടിട്ടില്ലല്ലോ എന്ന് നൂഹ് നബിയുടെ കാലത്തെ കാഫിരീങ്ങളായ ജനത നൂഹ് നബിയോട് പ്രതികരിച്ചു എന്നാണ്. രണ്ടാമത്തെ പ്രതികരണം വന്നത് സാക്ഷാൽ ഫിർഔനാണ്. അത് വിശുദ്ധ ഖുർആനിലെ 20-ാം അധ്യായം സൂറത്ത് താഹയിലാണ്. 54 മുതൽ 56 വരെയുള്ള ആയത്താണ്. ഫിർഔനിന്റെ കൊട്ടാരത്തിൽ മൂസാ നബിയും ഫിർഔനും തമ്മിൽ വാഗ്വാദം നടക്കാണ്. അപ്പൊ ഫിർഔൻ ചോദിക്കുന്നുണ്ട്, അല്ല മൂസ, നീ പരിചയപ്പെടുത്തുന്ന റബ്ബാരാണ്? ഒറ്റ വാക്കിൽ മറുപടി, റബ്ബുനല്ലദീ അഅ്താ കുല്ല ഷൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, എല്ലാ വസ്തുക്കളെയും സൃഷ്ടിക്കുകയും അതിനുള്ള മാർഗദർശനം നൽകുകയും ചെയ്തവനാണ് എൻ്റെ റബ്ബ് എന്നാണ്. അഥവാ കാട്ടിലെ ബീവറിനെ എഞ്ചിനീയർ ആക്കിയത് എൻ്റെ റബ്ബാണ്. ഒരു തലച്ചോറിന്റെ ചെറിയൊരു ഭാഗത്തിന്റെ വലിപ്പം പോലും ഇല്ലാത്ത തേനീച്ചക്ക് ഷഡ്ഭുജാകൃതിയിലൂടെ കൂട് നിർമ്മിക്കാൻ ജന്മസിദ്ധമായ മാർഗദർശനം കൊടുത്തവൻ എൻ്റെ റബ്ബാണ്. നോക്കി, എല്ലാ ജീവികൾക്കും ജനിതകമായ മാർഗദർശനം കൊടുത്തവൻ. ഇത് പറഞ്ഞപ്പോ നോക്കി, ഫിർഔനോടാണ് സംവദിക്കുന്നത്. അവിടെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ കാര്യം മനസ്സിലായി. ആ സമയത്ത് ഉത്തരം മുട്ടിപ്പോയ ഫിർഔൻ ഉടൻ ഉപയോഗിച്ചൊരു കുതന്ത്രമുണ്ട്, ഫമാ ബാലുൽ ഖുറൂനിലൂല, അങ്ങനാണെങ്കിലേ നമ്മുടെ വാപ്പക്കാരന്മാരുടെ അവസ്ഥ എന്താ? അതിന് മൂസാ നബി ഒരു മറുപടി കൊടുത്തു.
ഖാല ഇൽമുഹാ ഇൻദ റബ്ബീഹി ഫീ കിതാബിൻ ലാ യളില്ലു റബ്ബീഹി വലാ യൻസാ. അവരെ കുറിച്ചുള്ള അറിവ് എന്റെ റബ്ബിന്റെ അടുക്കൽ ഒരു രേഖയിലുണ്ട്. ലാ യളില്ലു റബ്ബീ വലാ യൻസാ. എന്റെ അല്ലാഹുക്ക് പിഴവ് സംഭവിക്കൂല, അവൻ മറന്നു കളയുന്നവനുമല്ല. പൂർവികരെ കുറിച്ച് അള്ളാന്റെ അടുക്കൽ രേഖയിലുണ്ട്. നിങ്ങൾ നിങ്ങളുടെ തടികളെ നോക്ക്, അവരുടെ കാലം കഴിഞ്ഞു പോയില്ലേ, അവരെ പറ്റി അള്ളാഹു കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി സാക്ഷാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക മുശ്രിക്കീങ്ങൾക്കിടയിൽ പ്രബോധനത്തിന് വന്നു. അപ്പൊ അവര് പറഞ്ഞു, ഖുർആനും ഹദീസൊന്നും ഞങ്ങൾക്ക് പറ്റൂല, ഞങ്ങൾക്ക് വാപ്പക്കാരന്മാരെ മതി. ഖുർആനിലെ 5-ാമത്തെയും സൂറത്ത് മാഇദ 104-ാമത്തെ ആയത്താണ്. وَإِذَا قِيلَ لَهُمْ تَعَالَوْا إِلَى مَا أَنزَلْنَا وَإِلَى الرَّسُولِ وَإِذَا قِيلَ لَهُمْ അവരോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ തആലൗ നിങ്ങൾ വരണേ, ഇലാ മാ അൻസൽനാ നാം അവതരിപ്പിച്ചതിലേക്ക് വരണേ, വഇല റസൂൽ അവിടത്തെ പ്രവാചകനിലേക്കും നിങ്ങൾ വരണേ എന്നവരോട് പറയുമ്പോ ഖാലു അവരെ പറയുന്നുണ്ട്, ഹസ്ബുനാ ഞങ്ങൾക്കിത് മതി, മാ വജദ്നാ അലൈഹി ആബാഅനാ ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ ഇതല്ലാതെ ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ ഇതല്ലാതെ കണ്ടിട്ടില്ല. എന്നിട്ട് അല്ലാഹ് പറയാണ്, അവലൗ കാന ആബാഉഹും ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ. അവർ നേർമാർഗത്തിലായിട്ടില്ലെങ്കിലും അവർക്കൊരു ഇൽമും ഇല്ലെങ്കിൽ പോലും ആ ജനത പറയുന്ന മറുപടി അതായിരിക്കുമെന്നാണ്. അള്ളാന്റെ ഭാഷയെ മുഹമ്മദ് നബി വിളിക്കുമ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറഞ്ഞതാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പക്കാരന്മാരെ മതി. ഇനി പ്രിയമുള്ളവരെ, ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ. അങ്ങനെ ലോകത്തൊരു തീരുമാനം വന്നാൽ എത്ര ഇസ്ലാം ഉണ്ടാവും ഇവിടെ? ഇപ്പൊ മലയാളി പറയാൻ എൻ്റെ വാപ്പക്കാരന്മാരുടെ ദീന് മതി, തമിഴ്നാട്ടുകാരൻ പറഞ്ഞു ഞങ്ങളുടെ വാപ്പക്കാരന്മാരുടെ ദീന് മതി, ശ്രീലങ്കക്കാരൻ പറഞ്ഞു ഞങ്ങളുടെ വാപ്പക്കാരന്മാരല്ല, ലാറ്റിൻ അമേരിക്കൻസ്, ഏഷ്യൻ രാജ്യങ്ങളും അതുപോലെ യൂറോപ്യൻസ് ഒക്കെ പറയാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ വാപ്പക്കാരന്മാരുടെ മതിയും. നിങ്ങളാലോചിച്ചൊക്കെ, കേവലം മലപ്പുറം ജില്ലയിൽ നിന്ന് തൃശ്ശൂർ ജില്ലയ്ക്ക് മാറിയാൽ തന്നെ എത്ര ആചാരം മാറ്റാൻ. നിങ്ങളാലോചിച്ചൊക്കെ, ഇവിടെ നിന്ന് മലപ്പുറത്തുനിന്നൊരു കുട്ടീനെ പിന്നെ പട്ടാമ്പിക്കോ പെരുമ്പിലാവുക്കോ ഇനി അതല്ല കോഴിക്കോട്ടേക്കോ വിവാഹം കഴിച്ചു കൊടുത്തെന്ന് വിചാരിക്കാം. ആ മകളെ കെട്ടിച്ച വീട്ടിലൊരു മരണം നടന്നാൽ ഇവിടുന്ന് വിളിച്ചു ചോദിക്കും, നിങ്ങളുടെ നാട്ടിലെ ആചാരങ്ങൾ എന്തൊക്കെയാ? 3 ആണോ 5 ആണോ 7 ആണോ? എന്തെങ്കിലും കൊണ്ടുവരേണ്ടതുണ്ടോ? ഐനാസ് വേണോ? 51 എണ്ണം വേണോ? പഞ്ചസാര ടിന്ന് വേണോ? ബിസ്ക്കറ്റിൻ്റെ ടിന്ന് വേണോ? ഇവിടൊക്കെ നാട്ടിലൊക്കെ 3 ആണ് അല്ലേ? പല നാട്ടിലും പലതാണ്. ഇപ്പം ഞങ്ങൾ തൃശ്ശൂർ ജില്ലക്കാരൻ, ഞങ്ങളുടെ നാട്ടിൽ 5 ഞാൻ ഫസ്റ്റ് PSC കിട്ടി ജോലി ചെയ്തത് കൊല്ലം ജില്ലയിലാണ്. അവിടെ 3-ാം ഫാത്തിഹ കണ്ണോക്കെന്നും പറയും, 3-ാം ഫാത്തിഹ എന്നും പറയും അല്ലേ? പാലക്കാട് ജില്ലയുടെ ചില പ്രാന്തപ്രദേശങ്ങളിൽ 7 നിങ്ങൾ ആലോചിച്ചതൊക്കെ ഇന്ന് വരെ നമുക്ക് വിളിച്ചു വയ്ക്കേണ്ടി വന്നു. നിങ്ങളുടെ നാട്ടിൽ ദുഹറത്ര 4 തന്നെയാണോ? ഞങ്ങൾ മലപ്പുറത്ത് ഇപ്പോഴും 4 നിങ്ങളുടെ നാട്ടിലിപ്പോൾ ഇഷ 4 ഇങ്ങനെ അതെന്താ സുന്നത്താണ്, അതിലൊരിക്കലും മാറ്റം ഉണ്ടാവില്ല. മനുഷ്യനിർമ്മിതികളായ ദീനുകൾക്ക് മാറ്റങ്ങൾ വരാൻ. അതുകൊണ്ട് നോക്ക്, എല്ലാവരും പറയും ഞങ്ങളുടെ വാപ്പക്കാരന്മാരുടെ ദീന് മതി എന്ന് പറഞ്ഞാൽ ഒരുപാട് ദീന് നമ്മുടെ നാട്ടിലുണ്ടാവും ഇല്ലേ? പിന്നെയും സൗദിക്ക് പറയുമ്പോൾ സൗദിയിലൊക്കെ പോണ ആൾക്കാരോട് പറയും, അവിടെ പോകുമ്പോൾ സൂക്ഷിച്ചോൾ നീണ്ടിട്ടോ, കാരണം അവിടെയൊക്കെ വഹാബികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പൊക്കെ ഗൾഫൊക്കെ പറഞ്ഞേക്കുക. അപ്പോൾ തമാശക്ക് വേണ്ടി പറയലുണ്ട്. ഒരുത്തങ്ങനെ പോയിട്ട് സുബൈ ബാങ്കിൽ ഇങ്ങനെ അസ്സലാത്തു ഖൈറും മിനന്നോ എന്ന് കേട്ടപ്പോൾ മാറ്റി മാറ്റി ഉമ്മാരിഞ്ഞ് സുബൈ ബാങ്കും മാറ്റിയോ എന്ന് ചോദിക്കണ അവസ്ഥ വരെ ഉണ്ടായി എന്നൊക്കെ നമ്മൾ തമാശക്ക് ഇങ്ങനെ പറയലുണ്ട്. കാരണം സൗദി നമ്മൾ കാണുന്ന ഒരു കണ്ണില്ല. ഞാൻ പറഞ്ഞു, സൗദി നോക്കിയിട്ടല്ല ഇസ്ലാം, ഖുർആനും ഹദീസും നോക്കിയിട്ടാണ് ഇസ്ലാം. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളായിരിക്കും ഓരോ നാട്ടുകാർക്കും ഒരുപാട് ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ വ്യത്യാസം. പിന്നെയും സൗദിക്ക് പറയാം, എൻ്റെ പരമ്പരയിൽ റസൂൽ സ്വഹാബത്തുണ്ട്, അതുപോലും മാനദണ്ഡമല്ല. ഇനി മലയാളി വാപ്പാനും വെല്ലിപ്പാനും നോക്കി എവിടുക്ക പോവുക? എൻ്റെ വാക്കല്ല കേട്ടോ, വെളിയങ്കോട്ട് ഉമ്മർഖാദിൻ്റെ ഒരു കവിത ഉണ്ട്. ഉമ്മർഖാദിൻ്റെ കവിത ഉണ്ട്, ഉസ്ലൂകുമു മിൻ ഖബലു തീയംവ നായരോ, നിങ്ങളുടെ പരമ്പര തീയരാണ്, നായരാണ്, പുലയരാണ്, പറയരാണ്. നമ്മൾ പരമ്പര നോക്കി അവിടേക്ക് പോവാന്നാണ്. ആ വാപ്പക്കാരന്മാരെയാണോ നമുക്ക് വേണ്ടത്? ആണോ വേണ്ടത്? അപ്പൊ അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇപ്പൊ വെളിയങ്കോട് ഉമ്മർഖാദിനെ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞെന്ന് വെച്ചാൽ സമസ്തക്കടയിൽ അത്രമേൽ സ്വീകാര്യനായ ഒരു വ്യക്തിത്വമാണ്. കാരണം വെളിയങ്കോട് ഉമ്മർഖാദിനെ പറ്റി ഉസ്താദുമാർ പ്രസംഗിച്ചത് എന്താന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ അടുക്കലെ അദ്ദേഹത്തിൻ്റെ ബാപ്പ, അദ്ദേഹത്തിൻ്റെ ഉമ്മ മരിച്ച ഉമ്മർ എന്ന ചെറിയ കുട്ടിയാണ്.
രണ്ടാമതൊരു വിവാഹം കഴിച്ചത് ഉമ്മാൻ്റെ അനിയത്തിനെ. അപ്പോൾ ഉമ്മറിൻ്റെ അടുത്ത് പോയി ചോദിച്ചു, അത്രേ നിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിനെ ഞാൻ വിവാഹം കഴിച്ചോട്ടെ. അപ്പോൾ 7 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടി പറഞ്ഞു, അതെനിക്കിഷ്ടമല്ല, പക്ഷെ വാപ്പ പറഞ്ഞു നീ എതിർത്താലും വേണ്ടില്ല, ഞാനതിന് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മാൻ്റെ അനിയത്തിനെ കല്യാണം കഴിച്ചപ്പോൾ കല്യാണത്തിന് ഇടങ്കോല് നിന്നുകൊണ്ട് തന്നെ ഉമർ ഖാദിനോട് ഈ രണ്ടാനുമ്മാക്ക് കുറച്ച് പ്രശ്നം ഇഷ്ടമല്ല. അപ്പോൾ വാപ്പ വീട്ടിലൊരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, എന്നും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ മുഹീദ്ദീൻ മാല പാടണം എന്നാണ്. അപ്പോൾ ഉമർ ഖാദി എന്നും വാപ്പ പറഞ്ഞ അനുസരിച്ച് തെറ്റാതെ ആ കുട്ടിക്കാലത്ത് മുഹീദ്ദീൻ മാല ഇങ്ങനെ പാടും. പക്ഷേ ഉമ്മ ഈ രണ്ടാനുമ്മ വന്നിട്ട് പറയും പാടിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ വാപ്പ വടിയെടുത്തിട്ട് പാടിയിട്ട് പോലും ആ മോനെ തല്ലുന്നാൻ. ഒരു ദിവസം വാപ്പ വന്നിട്ട് ചോദിച്ചു, നീ ആ മുഹീദ്ദീൻ മാല പാടിയോ? അപ്പോൾ പാടി പറഞ്ഞപ്പോൾ രണ്ടാനുമ്മ പറഞ്ഞു, ഇത്ര പാടിയില്ല. അങ്ങനെ പറഞ്ഞു, എന്നാൽ വീണ്ടും പിടിച്ചെടുത്ത് പറഞ്ഞു ഒന്നുകൂടെ പാടാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അങ്ങനെ പാടി വന്നിട്ട് പറഞ്ഞു, ഇത്രേ കളവ് പറയല്ല എന്നും മാഷുന്നാരേ, കള്ളൻ്റെ കയ്യിലെ പൊന്നെ കൊടുത്തോവർ, ഉമ്മാൻ്റെ അനുജത്തി ബാപ്പാൻ്റെ സൗജത്തി, കുശു കുശുക്കും മൂപ്പത്തി തല്ലും മായും നോവർ. ഇത് കേട്ടപ്പോ വാപ്പ പറഞ്ഞു, ഉത്തര മോനെ നീ ഇനി ഉമ്മാനെ പറ്റി പാടണ്ട, നീ ഇനി വാപ്പാനെ പറ്റി പാടണ്ട, നിനക്കിനി പാടാൻ മദീനയുടെ മണവാളനുണ്ട് മോനെ. അന്ന് മുതൽ ഉമർ ഖാദി റസൂലുള്ളാഹിനെ പറ്റി പാടുകയാണ്. പാടി റസൂലുള്ളാഹിന്റെ റൗദ ഷരീഫിന്റെ അവിടെ എത്തിയപ്പോ റൗദ ഷരീഫിന്റെ പൂട്ട് പോലും പൊട്ടിത്തെറിച്ചുകൊണ്ട് അതിൽ നിന്നൊരു കൈ പുറത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു, അത്രേ അസ്സലാമു അലൈക യാ ഉമർ ഖാദി. അപ്പോ സമസ്തരുടെ ഉമർ ഖാദിന്റെ സ്ഥാനം മനസ്സിലായല്ലോ. അബൂബക്കർ റളിയല്ലാഹുവിന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല മുത്തനബിക്ക് കൈ കൊടുക്കാൻ. ഉമർ റളിയല്ലാഹുവിന് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല വഫാത്തിന് ശേഷം ഒന്ന് കൈ കൊടുക്കാൻ. അത് ജനലും വാതിലുകളും ഇല്ലാതെ അടച്ചു മൂടപ്പെട്ട 5 ചുമരുകൾക്കുള്ളിൽ സുരക്ഷിതമായി സ്ഥിതി ചെയ്യുന്നതാണ്. സൗദി ഭരണാധികാരികൾ പോലും മുത്തുനബിയുടെ കബറ് കണ്ടിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും ശരി, അപ്പോൾ ഉമർ ഖാദി നമ്മളോട് പറഞ്ഞു, വാപ്പക്കാരന്മാരെ നോക്കിയ പണി പാളും. കാരണം തീയരാണ്, നായരാണ്, പുലയരാണ്, പറയരാണ്. പ്രിയമുള്ളവരെ, ഒരൊറ്റ വാക്കുകൂടെ ആഡ് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് തൽക്കാലം പിരിയാം. നമുക്ക് വേണ്ട പൂർവികരാരെന്നറിയോ? റസൂലും സഹാബത്തുമാകുന്ന പൂർവികരാണ്. അള്ളാഹിന്റെ ഹബീബ് പറയാണ്, യകൂനു ഫീ ആഖിരി സമാൻ ദജ്ജാലൂന കല്ലാബൂന, അവസാന കാലഘട്ടങ്ങളിൽ കള്ളം പറയുന്ന ദജ്ജാലുകൾ കടന്നു വരുമെന്ന ഖിയാമത്ത് നാളിന്റെ അലാമത്തായി വരുന്ന മസീഹു ദജ്ജാലല്ല, അതിനു മുമ്പ് 30ഓളം വരുന്ന ദജ്ജാലുകൾ ഉണ്ടെന്നാണ്. ആ വിഭാഗത്തിനോടുള്ള റസൂലുള്ളാഹിന്റെ ദേഷ്യമാണ്. യഅ്തൂനകും മിനൽ ഹദീസ്, ഒരുപാട് സംസാരങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ അവർ കടന്നു വരുമ്പോ, സ്വഹാബ ബിമാലം തസ്മഉ അൻതും വലാ ആബാഉകും, നിങ്ങളോ നിങ്ങളുടെ പിതാക്കളോ കേട്ടിട്ടില്ലാത്ത സംസാരമാണ്. അങ്ങനെ കടന്നു വരുന്ന ആളുകളെ കണ്ടോ, നിങ്ങൾ കേട്ടിട്ടില്ല, സ്വഹാബത്ത് കേട്ടിട്ടില്ല, നിങ്ങളുടെ പിതാക്കളാകുന്ന പ്രവാചകന്മാരെ കേട്ടിട്ടില്ല. അങ്ങനെയുള്ള പുതിയ സംസാരങ്ങളുമായി കടന്നു വരുമ്പോ ഫഇയ്യാകും വഇയ്യാഹും, അവരെ നിങ്ങൾ സൂക്ഷിച്ചോ. ലാ യുദില്ലൂനകും വലാ യുഫ്തിനൂനകും, അവർ നിങ്ങളെ വഴികേടിലാക്കാതിരിക്കട്ടെ, അവർ നിങ്ങളെ നാശത്തിൽ അകപ്പെടുത്താതിരിക്കട്ടെ. എന്തല്ലാന്റെ ഹബീബ് പറഞ്ഞ, സഹാബ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത, പൂർവിക പിതാക്കളായ നബിമാരെ കേട്ടിട്ടില്ലാത്ത ഒരുപാട് വാദങ്ങളുമായി പിന്നീട് വരുന്ന ആളുകളുണ്ട്. അവരെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, അവർ നിങ്ങളെ വഴികേടിലാക്കാതിരിക്കട്ടെ. വളരെ സിമ്പിളാണ്, അള്ളാന്റെ ഒരു പടപ്പാണ്. മടവൂർ CM വലിയുള്ളയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വലിയാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നൊരു സഹാബി കേട്ടക്കണോ? ഇല്ല, ഒരു സഹാബിയും അതിനെ കേട്ടിട്ടില്ല. പൂർവികർ ഏതെങ്കിലും ഒരു നബിമാര് കേട്ടക്കണോ? അവരാരും കേട്ടിട്ടില്ല. പ്രിയമുള്ളവരെ, ഫ്ലൈറ്റുകൾ അവരെ കൺട്രോൾ ചെയ്യുന്നത് അള്ളാന്റെ ഔലിയാക്കൾ കബറിൽ മലർന്നു കിടന്നിട്ടാണെന്ന് ഏതെങ്കിലും സഹാബത്ത് കേട്ടക്കണോ? അവർക്കാർക്കും ഇത് പരിചയമില്ല. മലക്കുകളെ വിളിച്ച് കയ്യിൽ ആയുധെടുത്തിട്ട് കുത്തറാത്തീബ് വയറ്റുമ്മ യാ ജിബ്രീൽ യാ മീകായിൽ യാ ഇസ്റാഫീൽ യാ സറായിൽ എന്ന് പറഞ്ഞ് കുത്താന്ന് ഏതെങ്കിലും സഹാബത്ത് കേട്ടക്കണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹയ്യോ ഹയ്യോ എന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തുക ഉണ്ടായിട്ടുണ്ടോ? അവർക്കാർക്കും പരിചയമില്ല.
സാന്ദർഭികമായിട്ട് പറയാൻ, പ്രിയമുള്ളവരെ, നമ്മൾ മദർസയിലൊക്കെ സമസ്തന്റെ മദർസയിൽ പഠിപ്പിക്കണേ, അസറായിൽ അലൈഹിസ്സലാം റൂഹ് പിടിക്കണം അലക്കാന്താൻ, മൂപ്പറിനെ വിളിച്ചിട്ട് കുത്തിയാലേ റൂഹും പിടിച്ചുകൊണ്ട് പോകുന്നുള്ളൊരു സാമാന്യ ബോധെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്താൻ. അതുകൊണ്ട് റസൂലും സഹാബത്തുമാകുന്ന പൂർവികരുണ്ടാവുക, അല്ലാത്ത എൻ്റെ വാപ്പ നരകത്തിലാണെങ്കിൽ ഞാൻ നരകത്ത് പൊക്കോട്ടെ എന്നുള്ള വാദമല്ല. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും ജീവിതത്തിൽ ഒരു മുഖമുദ്രയായി എടുത്ത് മുന്നോട്ട് പോവാൻ, അതേ ഖബറിലൂടെ എൻ്റെ ഇൽമു ഖുർആനാണെന്ന് പറയാൻ, എൻ്റെ നബി മുത്തനബിയാണെന്ന് ഖബറിലൂടെ പറയാൻ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ഇൻഷാ അല്ലാഹ് ഇശാ ജമാഅത്തിന് വേണ്ടി നമ്മൾ തൽക്കാലം പിരിയാൻ. നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ ഉച്ചത്തിലൂടെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യൽ തെറ്റാണെന്നാണ് പിന്നല്ലേ പ്രസംഗം. അതുകൊണ്ട് പ്രസംഗിക്കാൻ പറ്റൂല, അതുകൊണ്ട് നമ്മൾ നിർത്തിവെക്കാണ്. നിസ്കാരം ഖുർആൻ പോലും പറ്റൂലെങ്കിൽ റാത്തീബും മൗലൂദും ഹദ്ദാദും ഉറക്കയുള്ള ദുആയും പറ്റുമെന്നുള്ളത് നമ്മൾ പരിശോധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ഇതുവരെ നാം ചർച്ച ചെയ്ത വിഷയം അള്ളാഹുവിൻ്റെ പ്രമാണങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും അവലംബിക്കാനുള്ളത്. അതിൽ നിന്ന് വ്യതിചലിച്ചതാണ് സമൂഹത്തിനുണ്ടായ പരാജയങ്ങളുടെ കാരണം. വിശുദ്ധ ഖുർആനിലെ 5-ാമത്തെയും സൂറത്ത് മാഇദയിലെ 3-ാമത്തെ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ദീനിനെയാണോ പൂർത്തീകരിച്ചത്, ആ ദീനിനെ നമ്മൾ സ്വീകരിച്ചാൽ അൽഹംദുലില്ലാ എവിടെയും പരാജയമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വിദാ, ആ ഹജ്ജത്തുൽ വിദാഇൽ ദുൽഹജ്ജ് 9 അസർ നമസ്കാര ശേഷം ലോകത്തിന്റെ പ്രവാചകൻ ഒട്ടകപ്പുറത്തിരിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഓതിക്കൊടുത്ത ആ ആയത്ത്, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ. അൽയൗമ ഇന്നേ ദിവസം ഇതാ അക്മൽതു ലക്കും ദീനക്കും നിങ്ങളുടെ മതത്തെ ഇതാ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു കൊണ്ട് തന്നിരിക്കുകയാണ്. വഅത്മംതു അലൈക്കും നിഅമതി എൻ്റെ അനുഗ്രഹങ്ങളെ നിങ്ങളുടെ മേൽ പരിപൂർണമാക്കി തരികയും ചെയ്തു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനാ ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെട്ടു നൽകിയെന്നാണ്. അഥവാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ പൂർത്തീകരിച്ചു എന്ന ആയത്തിറങ്ങുന്നു. പ്രിയമുള്ളവരെ, ദുൽഹജ്ജ് 9 ആയത്തിറങ്ങി. ആ ദുൽഹജ്ജും കടന്നു, മുഹറവും കടന്നു. സഫറിന്റെ അവസാനത്തിൽ പ്രവാചകന് വഫാത്തിന്റെ രോഗം വന്നു. റബീഉൽ അവ്വലിന്റെ ആദ്യത്തിൽ ലോകത്തിന്റെ പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, അഥവാ വിട പറയുന്നതിന്റെ 3 മാസം മുമ്പ് അവതീർണമായ ആയത്തിലൂടെ അല്ലാഹ് പറയുന്നു ഇസ്ലാമിനെ പൂർത്തീകരിച്ചു എന്നാണ്. അഥവാ ആ മതത്തിലേക്ക് നമ്മളുടെ വക ഒന്നും ഇനി അങ്ങോട്ട് വെക്കാനില്ല. അതിലുള്ള ഒരു ആചാരങ്ങളെയും എടുത്തു കളയാനും നമുക്കാർക്കും അവകാശമില്ല എന്നാണ്. അത് നിങ്ങൾ വെറുതെ പറയാണോ? അല്ല. ആ ആയത്തുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകിയത് മഹാനായ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഉസ്താദ് ഇമാം ദാറുൽ ഹിജ്റ മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയാണ്. എവിടെയാ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഷാത്തിബി രേഖപ്പെടുത്തുന്നു. അൽ ഇഅ്തിസാം എന്ന് പറയുന്ന കിതാബിലാണ്, പേജ് നമ്പർ 49. ആരെങ്കിലും മതത്തിലൂടെ പുതിയൊരു ആചാരത്തെ കൊണ്ടുവന്നാൽ അതിന് അവൻ നല്ലതല്ലേ എന്ന് കാണുക കൂടെ ചെയ്തു പോയാൽ, മതത്തിൽ പുതിയൊരു ആചാരത്തെ കൊണ്ടുവന്നിട്ട് അത് നല്ലതല്ലേ എന്ന് കാണുക കൂടെ ചെയ്തു പോയാൽ അവൻ വാദിക്കുന്ന വാദം എന്താണെന്നറിയോ? അന്ന മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖദ് ഖാന ഫി റിസാല, അല്ലാഹുവിന്റെ മുത്ത് റസൂല് അവിടുത്തെ ദൗത്യത്തിലൂടെ വഞ്ചന കാണിച്ചു എന്നാണ്. എന്താ പറഞ്ഞത്? ആരെങ്കിലും മതത്തിൽ പുതിയൊരാചാരം കൊണ്ടുവന്ന് നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ ആലോചിച്ചൊക്കെ മതത്തിൽ ഒരുപാട് പുതിയ ആചാരങ്ങൾ ഇങ്ങനെ കടന്നു വരും. ഇപ്പോൾ ജയിലാനി ദിനങ്ങൾ വരും, നബിദിനങ്ങൾ വരും. അപ്പൊ നമ്മൾ സാധാരണ ആളുകളൊക്കെ കേൾക്കും പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഇതില്ലല്ലോ, സഹാബത്ത് ആരും അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആചാരം കൊണ്ടു നടന്നിട്ടില്ലല്ലോ.
അതിനേക്കാൾ ശ്രേഷ്ഠതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയും അതില്ലെങ്കിലും നല്ല പുത്തനാചാരാൻ ബിദ്അത്തുൻ ഹസനയാണ് എന്നൊരു വ്യാഖ്യാനം നൽകുന്ന ആളുകളുണ്ട്. ഇമാം മാലിക് പറയാ നല്ലതല്ലേ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ അവൻ വാദിക്കുന്ന വാദം എന്താണ്? അള്ളാന്റെ റസൂല് വഞ്ചകനാണെന്നാണ്. കാരണം അള്ളാഹ് പറയുന്നു ഇസ്ലാമിനെ പൂർത്തീകരിച്ചു. ഇപ്പൊ നോക്കേ, അള്ളാന്റെ ഹബീബ് അവിടുന്ന് പ്രവാചകനായി ജീവിച്ച കാലഘട്ടങ്ങളിൽ ഒരു റബീഉൽ അവ്വൽ 12 പോലും മുത്തുനബി കൊണ്ടാടിയില്ല. ഇല്ല. നമ്മൾ ആലോചിച്ചൊക്കെ നമ്മൾ ആ ആചാരത്തിനെ പുതുതായി കൊണ്ടുവരുമ്പോ നമ്മൾ പറയണ എന്താണ്? അത് മതത്തിൽ പുണ്യമാണ്, കൂലിയുണ്ട്, ലൈലത്തുൽ ഖദറിനേക്കാളും പുണ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഈ നല്ല കാര്യം നമ്മളോട് പറയാതെ അള്ളാന്റെ റസൂൽ നമ്മളെ വഞ്ചിച്ചു എന്നാണ് അവൻ വാദിക്കുന്നത് എന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. അടുത്ത വാക്ക് അടിവരയിട്ട് വെച്ചോ. فما لم يكن يومئذ دينا فلا يكون اليوم دينا. ആകയാൽ പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ മതമല്ലാതിരുന്ന ഏതൊക്കെ കാര്യമുണ്ടോ ഫലാ യകൂനുൽ യൗമ ദീനാ, അതിന്നും നിങ്ങൾക്ക് മതമല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളില് ആയുധമെടുത്ത് ശരീരത്തിലൂടെ പ്രഹരിക്കുന്ന കുത്തറാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ ചാടിക്കളിക്കുന്ന ഷാദുലി റാത്തീബ് എന്ന് പറയുന്ന ആചാരമില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ മജ്‌ലിസുൻ നൂറോ മഹ്ദറത്തുൽ ബദരിയയോ ഇല്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിൽ ജീലാനി ദിനങ്ങളില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. റസൂലുള്ളാഹിന്റെ കാലഘട്ടങ്ങളിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കൾ കടന്നുപോയത് എങ്കിൽ അവരുടെ ആരുടെയും ചാരം ഇതുവരെ ലോകത്തിന്റെ പ്രവാചകൻ പഠിച്ചിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. പ്രവാചകന്റെ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഉമ്മമാര് പള്ളിയിലേക്ക് പോയിട്ടില്ലെങ്കിൽ അതിന്നും നിങ്ങൾക്ക് ദീനല്ല. അന്ന് പോയിട്ടുണ്ടെങ്കിലോ ഇന്നും നിങ്ങൾക്ക് ദീനാ. അന്നുള്ളതേ ഇന്ന് ദീനായി മാറാൻ പാടുള്ളൂ. അന്നില്ലാത്തതൊന്നും ഇന്നും നിങ്ങൾക്ക് ദീനല്ല എന്ന് മഹാനായി ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. നമ്മൾ ആലോചിച്ചൊക്കെ ആ ഖുർആനെന്നും ഹദീസെന്നും വ്യതിചലിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് മതമായി നമ്മൾ കൊണ്ടുവന്നത്. ഒറ്റ കാര്യം ചെയ്താൽ മതി, ഒരു ദിവസം മതമായി ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും ടിക്ക് ചെയ്യാം. എന്നിട്ട് അതിൽ 1400 പഴക്കമുള്ളതൊക്കെ നമ്മൾ സ്വീകരിക്കാം. എങ്ങനെ? രാവിലെ എണീറ്റത്, പല്ല് തേച്ചത്, വുളൂ എടുത്തത്, സുബഹി നിസ്കരിച്ചത്, ഒരു മുഹിയദ്ദീമാല പാടിയത്, ഒരു ഹദ്ദാദ് ചൊല്ലിയത്, പിന്നീട് അവിടെ നിന്ന് മുത്തുനബിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയത്, പിന്നൊരു നാരിയ സ്വലാത്തിൽ പോയത്, പിന്നെ ളുഹാ നിസ്കരിച്ചത്, മുഴുവൻ ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതി വെക്കാം. അതിലെ നോക്കി ദന്തശുദ്ധീകരണത്തിന് കൂലിയുണ്ടെന്ന് പറയാൻ 1400 പഴക്കമുണ്ട്. വുളൂ എടുത്തതിന് പ്രതിഫലമുണ്ടെന്ന് പറയാൻ 1400 പഴക്കമുണ്ട്. സുബഹി നിസ്കാരത്തിന് 1400 പഴക്കമുണ്ട്. മുത്തുനബിക്ക് സ്വലാത്ത് ചൊല്ലുന്നതിന് 1400 പഴക്കമുണ്ട്. അതിനിടയിൽ ഒരു മുഹിയദ്ദീമാല അത് 416 കൊല്ലത്തില് ബ്ലോക്കായി കോഴിക്കോട് നിന്നു. മുത്തുനബിക്ക് എത്തിയില്ല കോഴിക്കോട് കണ്ടന്നാറിവാളൻ കാട്ടിത്തേരും പോലെ കാളി മുഹമ്മദ നവർഗീലായും നോവർ കോഴിക്കോട്ടൂറ തന്നിൽ പീറന്നോവർ കോർവാഹിതൊക്കെയും നോക്കിയെടുത്തോവർ അവർ ചൊന്ന ബൈത്തീനും ബഹ്ജ കിതാബീനും അങ്ങീനെ തക്മീല തന്നീനും കണ്ടോവർ. കോഴിക്കോട്ടുകാരൻ കാളി മുഹമ്മദ് ഉണ്ടാക്കിയതാണ്. എവിടുന്ന? അവർ ചൊന്ന ബൈത്തുന്ന, യാറ് ചൊന്ന ബൈത്തുന്ന. അപ്പൊ തന്നെ എന്റെ ബേസ് മനസ്സിലായില്ലേ? തമിഴ്നാട്. മുത്തനബിയായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ അങ്ങനെ വന്ന് നമുക്ക് ളുഹാ നിസ്കാരം 1400 പഴക്കമുണ്ട്. കുത്തുബിയത്ത് തമിഴ്നാട്ടിൽ ബ്ലോക്കായി. ഹിജറ 1040 ജനിച്ച് 1115 മരണപ്പെട്ട തമിഴ്നാട്ടിലെ കായൽപട്ടണം സ്വദേശി സദഖത്തുല്ലാഹിൽ കാഹിലിയാണ് കുത്തുബിയത്ത് എഴുതിയത്. അതിനു മുമ്പുള്ള മുസ്ലിങ്ങൾക്ക് അത് പരിചയമില്ല. നാരിയ സ്വലാത്ത് ചൊല്ലി
ഈജിപ്ത് വരെ എത്തിയുള്ളൂ, മുത്തുനബിക്ക് പോയില്ല. അപ്പൊ 1400 എടുക്കാം, അതിലെന്നെ ചൊല്ലിയാ തീരാത്ത അത്രമാത്രം ദിക്റുണ്ട്, അത്രയും സ്വലാത്തുകളുണ്ട്. അതൊക്കെ ധാരാളമായി ചെയ്യുക. പുതുതായി കടന്നു വന്നതിന് നമ്മൾ മാറ്റിവെക്കുക. അപ്പൊ നമ്മുടെ ആൾക്കാർ പറയും, എന്തിനീ നന്മ ഒക്കെ മുടക്കണമെന്നാ പറയാം. ഞാൻ ഇനി ഒരു വാദത്തിന് വേണ്ടി നിങ്ങളോട് സമ്മതിച്ചു തരാം. അതൊക്കെ അമലു സാലിഹാത്താണെന്ന് തന്നെ വിചാരിക്കുക. മജ്‌ലിസുന്നൂർ, മഹ്ദറത്തുൽ ബദരിയ, കുത്തറാത്തിബ്, ഹദ്ദാദ്, റാത്തി മൗലൂദ്, ജാറം ഉറൂസ്, ആണ്ട്, അഞ്ചരാവ്, 7:40 അങ്ങനെയുള്ള മുഴുവൻ ആചാരങ്ങളും അമലു സാലിഹാത്താണ്, ദീനാണ്, പുണ്യകർമ്മമാണെന്ന് തന്നെ വിചാരിക്കുക. നിങ്ങൾ ആലോചിച്ചൊക്കെ നാളെ അള്ളാന്റെ കോടതിയിൽ പരലോകത്ത് ഹാജരാവുമ്പോൾ 2020 to 2026 വരെയുള്ള മലപ്പുറം ജില്ലയിലെ മലപ്പുറം ടൗൺ പ്രദേശത്തുള്ള മുസ്ലിങ്ങളൊക്കെ അവരുടെ അമലു സാലിഹാത്തിന്റെ ഏടൊക്കെ ആയിട്ട് ഒരു ഭാഗത്ത് നിൽക്കാൻ, അതിൽ ഹദ്ദാദുണ്ട്, റാത്തീബുണ്ട്, മജ്‌ലിസുന്നൂറുണ്ട്. ഞാൻ 2026 എന്ന് പറഞ്ഞത് 2020 ഉസ്താദിന്റെ ഏടിൽ മജ്‌ലിസുന്നൂർ ഉണ്ടാവില്ല. കാരണം അത് തുടങ്ങിയിട്ട് 10-12 കൊല്ലയിട്ടുള്ളൂ. അതിന് മുമ്പുള്ളവർക്ക് അത് പരിചയമില്ല. അപ്പോൾ അങ്ങനെ, കാരണം ഒരു 30 കൊല്ലം പുറകിൽ നിങ്ങളൊന്നാലോചിച്ച് നമ്മുടെ നാട്ടിലില്ലാത്ത എന്തൊക്കെ ആചാര 30 കൊല്ലത്തിന് ശേഷം വന്നേ. ഒരു പള്ളിയിൽ ചാർജ് എടുക്കണ ഖത്തീബിന് എന്താ തോന്നിയേ, അത് അദ്ദേഹം അവിടെ അങ്ങനെ നടപ്പിൽ വരുത്താൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഈ പറഞ്ഞ ഏടുകളുടെ അമലു സാലിഹാത്തൊക്കെ ആയിട്ട് കുത്തറാത്തീബും മൗലൂദും ആണ്ടും റാലിയും ഒക്കെ ആയിട്ട് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കാൻ, മറുഭാഗത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അടക്കമുള്ള സഹാബ അവരുടെ ഏടുകളിൽ നമസ്കാരമുണ്ട്, റവാത്തിബുണ്ട്, തഹജ്ജുദുണ്ട്, വിത്തറുണ്ട്, ഖിയാമുൽ ലൈലുണ്ട്, ഖിയാം റമദാനുണ്ട്, സ്വതക്കയുണ്ട്, ജിഹാദുണ്ട്, രോഗസന്ദർശനങ്ങളുണ്ട്, അങ്ങനെ രാത്രി നമസ്കാരങ്ങളുണ്ട്. ഒരുപാട് അമലുകളുമായി അവർ നിൽക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു മുത്തുനബിയോട് വന്ന് ചോദിക്കുക, റസൂലേ അതെന്താ മലപ്പുറത്തെ ഏടില് ഞങ്ങളോടൊന്നും പഠിപ്പിച്ചു തരാത്ത ഒരുപാട് അമലു സാലിഹാത്ത്, അതെന്താ റസൂല് ഞങ്ങളോട് പറഞ്ഞു തരാത്തത്? അത് അബൂബക്കറെ, ഉമറെ നിങ്ങൾക്കൊന്നും മനസ്സിലാവാത്തോണ്ട, അത് മലപ്പുറത്തേക്ക് മാത്രം മനസ്സിലായിട്ടുള്ള ഒരു പ്രത്യേക പുണ്യകർമ്മങ്ങളാണ് എന്ന് പറയുന്ന ഒരു ഗതികേട് അള്ളാന്റെ ദീനിനുണ്ടാകുന്ന നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉണ്ടോ? 10 പേരെ പറ്റി റസൂലുള്ള പറഞ്ഞു സ്വർഗത്തിലാണ്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും അജ്മഈൻ തുടങ്ങി സഅദുൻ സഈദുൻ സുഹബൈ رمتلحة وأبي عبيدة وبنيع في الناشير الكرامي. അള്ളാന്റെ ഹബീബിന്റെ നാവ് കൊണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ 10ഓളം വരുന്ന സഹാബ, അവരേത് ആചാരങ്ങളെ കൊണ്ട് സ്വർഗത്ത് പോയോ, അവരേത് അനുഷ്ഠാനങ്ങളെ കൊണ്ട് സ്വർഗത്ത് പോയോ, അവരുടെ പാത അനുധാവനം ചെയ്ത് നമുക്കും പൊക്കൂടെ ആ സ്വർഗത്തിലൂടെ. ആ പാതയെ അനുധാവനം ചെയ്ത് പോയിക്കൂടെ? നിങ്ങൾ ആലോചിച്ചൊക്കെ, എന്താണ് മതത്തിൽ പുതുതായ ഒരു ആചാരത്തെ നമ്മളുടെ വക കൊണ്ടുവന്നുള്ള തകരാറ്? പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ്. അത് പറഞ്ഞ് ഞാൻ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിനോട് വിട പറയും. ഒന്നാമത്തെ വിഷയം എന്നറിയോ, ഒരാൾ സുന്നത്തനുസരിച്ച് ജീവിച്ചാൽ അവനെ മതപരമായി ചൂഷണം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. ആത്മീയ ചൂഷണം നടക്കൂല. ഈ ടേബിൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? ഇവിടെ കോഴിമുട്ടല്ല, ഈത്തപ്പഴല്ല, തേന്റെ കുപ്പിയില്ല. 786-ന് 313-ന് 6666-ന്റെ കച്ചവടം ഇവിടെ നടക്കൂല, ഇല്ല. നിങ്ങൾ ആലോചിക്കുക, ആത്മീയ ചൂഷണങ്ങൾ നടക്കില്ല. ഇനി സുന്നത്താണോ? ഇസ്ലാമിന്റെ ഒരു ആരാധനകളും തകരില്ല. പക്ഷെ ബിദ്അത്ത് വന്നാൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ സുന്നത്തുകൾ തകരും. സുന്നത്താണോ? അതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കളങ്കമില്ലാതെ നിലകൊള്ളും. ബിദ്അത്ത് വരുമ്പോഴാണ് അള്ളാഹു അല്ലാത്തവരോട് തേടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പോ ഇസ്ലാമിൽ ഏത് ആചാരങ്ങൾ എടുത്തോ അവിടെ ഒരിക്കലും പൈസന്റെ ഇടപാടുകളെ അള്ളാഹിനോട് മാത്രം തേടാൻ 5 നയ പൈസന്റെ ചെലവുണ്ടോ? നമുക്കില്ല. വൈദ്യശേഖനോട് തേടണമെങ്കിൽ മിനിമം 2 കിലോ അരിയും 2 കിലോ ചിക്കനും 1000 രൂപ കൈമുടക്കൂല്ലാണ്ട് നടക്കൂലല്ലോ. അള്ളാഹിനോട് മാത്രം തേടാൻ 5 നയ പൈസന്റെ ആവശ്യമില്ല. ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ടാക്കിയ അൽഫാത്തിഹ വിളിക്കുക എന്ന് പറഞ്ഞ ചടങ്ങില്ലേ? പുതുമണവാളൻ ഇറങ്ങുമ്പോ അൽഫാത്തിഹ, നിക്കാഹ് നടന്നാലും അൽഫാത്തിഹ, ഗൾഫിലേക്ക് യാത്ര തിരിക്കുമ്പോഴും അൽഫാത്തിഹ, മയ്യത്തിറക്കുമ്പോഴും അൽഫാത്തിഹ. അൽഫാത്തിഹ വിളിക്കുന്നിടത്തെല്ലാം ഗാന്ധിത്തല. എവിടൊക്കെ അൽഫാത്തിഹ ഉണ്ടോ അവിടൊക്കെ ഒരു കച്ചവടമുണ്ട്. അതിന്റെ അർത്ഥം ദുആ ഇല്ല എന്നാണോ? അതിന്റെ വ്യത്യാസം എവിടെ നിന്നറിയോ? നിങ്ങൾ 4ാം ക്ലാസ് പഠിക്കണ ഇവിടുത്തെ വിസ്തത്തിന്റെ മദ്രസ ഉണ്ടല്ലോ,
അവിടുത്തെ കുട്ടിയോട് നിങ്ങൾ ചോദിക്കാം, മോനെ വാപ്പ ഗൾഫ് പോകുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണ്ടേ? അപ്പൊ കുട്ടി പറയും, വാപ്പാന്റെ കൈ പിടിക്കണം, അസ്തൗദില്ലാഹ ദീനക വ അമാനതക എന്ന് പറഞ്ഞ് വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആ കുട്ടി പറയും. ഇനി നിങ്ങൾ ആലോചിച്ചൊക്കെ, നാട്ടും പുറത്ത് സാധാരണ നമ്മുടെ മക്കളോട് നിങ്ങൾ ചോദിക്കും, മോനെ വാപ്പ ഗൾഫ് പോകുമ്പോൾ എങ്ങനെ ദുആ ചെയ്യുക? ഓൻ പറയും, പള്ളിയിൽ ഉസ്താദിനെ വിളിച്ചോണ്ടിരണം. ഇതാണ് അതിന്റെ മാറ്റം. ആ കുട്ടികൾക്ക് പ്രാർത്ഥന എന്താന്ന് പറഞ്ഞു കൊടുത്തില്ല. മരിച്ച വീട്ടിൽ നമ്മൾ ചെല്ലും, എന്നിട്ട് നമ്മൾ മയ്യത്ത് എക്സിബിഷൻ കാണുന്ന പോലെ മയ്യത്ത് കണ്ട് പുറത്തിറങ്ങിക്കും. അതിൻ്റെ ഇടയിൽ ഏതെങ്കിലും ഒരു ഉസ്താദ് വന്ന് അൽഫാത്തിഹ വിളിച്ച് നമ്മൾ അവിടെ ഉസ്താദിൻ്റെ ശ്വാസം വിടുന്നതിനനുസരിച്ച് നമ്മൾ ആമീൻ പറയും, അല്ലേ? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഇവിടെ ഖുർആൻ ക്ലാസ്സിന് വരണ, അല്ലെങ്കിൽ പീസ് റേഡിയോയിലൂടെ ദീന് പഠിക്കണേ ഒരു ഉമ്മമാരോട്, സഹോദരിമാരോട്, പുരുഷന്മാരോട് നിങ്ങൾ ചോദിക്കും, ഒരു മയ്യത്ത് കാണുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കുക? അബൂ സലമ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ കാണാൻ വന്നു. അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്, അല്ലാഹുമ്മ അഗ്ഫിർലി അബീ സലമത, അബൂ സലമക്ക് നീ പൊറുച്ചു കൊടുക്കണേ അല്ലാഹ്. ആ ഹദീസുമായി ബന്ധപ്പെട്ട് ഉലമാക്കൾ പറയാണ്, മയ്യത്തിന്റെ പേര് പറഞ്ഞ് ദുആ ചെയ്യാ, അതല്ലെങ്കിൽ അല്ലാഹുമ്മ അഗ്ഫിർലി ഹാദൽ മയ്യിത്ത് എന്ന് പറഞ്ഞ്, അല്ലാഹുമ്മ അഗ്ഫിർലി ഫുലാൻ എന്ന് പറഞ്ഞ് ദുആ ചെയ്യാം. അല്ലേ? പ്രാർത്ഥന ഇല്ലേ? പ്രാർത്ഥന ഉണ്ട്. യാത്ര ഇറങ്ങുമ്പോൾ പ്രാർത്ഥന ഇല്ലേ? പ്രാർത്ഥന ഉണ്ട്. ഞാൻ സാധാരണക്കാരനോട് വേണ്ടി പറയാട്ടോ, നമ്മളിവിടെ ജോലി ഇല്ലാതെ പ്രയാസപ്പെട്ട് നാട്ടിൻപുറത്തൊക്കെ നടക്കുമ്പോൾ ഒരു വിസ ഒത്തു വന്നു വിചാരിക്കാൻ. ആ വിസക്ക് അത്യാവശ്യം എക്സ്പെൻസ് വന്നാൽ ഒരുപക്ഷെ വീട് പോലും ഹറാമായ രൂപത്തിൽ പലിശക്ക് പണയം വെച്ചൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ഞാൻ വിഷയതാണ്, ആ പൈസ ഒക്കെ സ്വരൂപിച്ച് കലണ്ടറൊക്കെ നോക്കി ഒരു ദിവസം സെലക്ട് ചെയ്യും. കുറച്ച് മുമ്പൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ആൾക്കാർക്ക് ബോധം വന്നു, ഫ്ലൈറ്റ് റേറ്റ് എന്നാൽ കുറവെച്ചെങ്കിൽ അന്ന് ടിക്കറ്റ് എടുക്കാൻ തുടങ്ങി. പണ്ടൊക്കെ പള്ളിയിലെ ഖത്തീബ് പറഞ്ഞു കൊടുക്കുക, ആ ദിവസം പറ്റൂല, ഈ ദിവസം പറ്റൂല. എന്നിട്ട് ആ ദിവസമൊക്കെ നോക്കി അവൻ പള്ളിയിൽ ഉസ്താദിനെയും വിളിച്ച് ഒരു അൽഫാത്തിയൊക്കെ വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങി സൗദി അറേബ്യയുടെ ജിദ്ദ എയർപോർട്ടിൽ പോയി ഇറങ്ങി. അൽഹംദുലില്ലാഹ് നല്ലൊരു ജോലിയായി, തരക്കേടില്ലാത്ത വരുമാനമൊക്കെ ആയി. 2 കൊല്ലം കഴിഞ്ഞ് കുറച്ച് പൈസ ഒക്കെ ഈ നാട്ടിക്ക് വരുമ്പോൾ ജിദ്ദയിലെ റൂമിൽ അവിടുത്തെ പള്ളിയിൽ ഉസ്താദിനെ കൊണ്ടുവന്ന് അൽഫാത്തിയെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണം, എത്ര ആൾക്കാരുണ്ട് നമ്മളെ കൂട്ടത്തിൽ. എന്താ പൈസ കിട്ടിയപ്പോൾ നമ്മൾ അള്ളാനെ മറന്നോ? ഇനി ജിദ്ദ എന്ന് വേണ്ട, മലേഷ്യ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ സൗദി ആയതുകൊണ്ട് അവിടെ സലഫികളെന്ന് പറയേണ്ട, മലേഷ്യ ആയിക്കോട്ടെ. ഇനി അതല്ല ഇവിടെ ദുബൈയിലോ കുവൈറ്റിലോ ഖത്തറിലോ ഒമാനിലോ എവിടെയെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്യോ? കാരണം വീണ്ടും ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ അൽഫാത്തി, അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അൽഫാത്തി ഇല്ല. കാരണം എന്താ അറിയോ? ഈ കേരള മോഡൽ ഉസ്താദുമാർ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കച്ചവടങ്ങൾ കടന്നു വന്നു. ഇനി രണ്ടാമത്തെ പോയിന്റ്, ബിദ്അത്ത് വരുമ്പോൾ സുന്നത്ത് തകരാൻ. ഇസ്ലാമിലുള്ള ആചാരം പിടിച്ച ഒരു തകരാറുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മൾ പറയലുണ്ട്, ഈ സലഫികൾ സ്വലാത്തിനെതിരാന്നൊക്കെ പറയലുണ്ട്. അതിൻ്റെ കാരണം എന്താ അറിയോ? ഇപ്പം നമ്മളിവിടെ നിങ്ങളുടെ മലപ്പുറത്ത് കോണോമ്പാറയിൽ സ്വലാത്ത് നഗർ, അങ്ങനെയുള്ള നഗറിക്കൊന്നും നമ്മൾ പോവലില്ല. സ്വലാത്ത് കച്ചവടത്തിന് നമ്മൾ നിൽക്കലില്ല. ഞാൻ പറഞ്ഞു ബിദ്അത്ത് വരുമ്പോൾ സുന്നത്ത് തകരുന്നുള്ളതിൻ്റെ ഒരു തെളിവ് പറയാം. അധിക വർഷമായിട്ടില്ല, മലപ്പുറത്ത് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണല്ലോ. ഇപ്പോൾ ഞാനൊക്കെ ഒരു 37 വയസ്സ് കഴിഞ്ഞ ഒരാളാണ്. എൻ്റെ ഓർമ്മയിലാണ് മലപ്പുറം ജില്ലയിൽ കോണോമ്പാറയിലെ സ്വലാത്ത് നഗർ തുടങ്ങിയത്. അപ്പോൾ എന്നെക്കാൾ ഏജുള്ള ആളുകൾക്ക് അറിയാലോ ഏത് വർഷം ഇവിടെ തുടങ്ങിയെന്നല്ലേ. അതിന് ആദ്യത്തെ കേരളത്തെ റമദാനിൽ അവസാനത്തെ 10 സ്വലാത്ത് നഗരിക്ക് വരിക എന്ന് പറഞ്ഞ് തുടങ്ങിയത് അവിടെയാണ്. തൊട്ടു പിന്നാലെ ഞങ്ങളുടെ നാടായ തൃശ്ശൂർ ജില്ലയിലെ ഇവിടെ 27 രാവിന് വന്നു, 23 രാവിന് കൂരിക്കുടിയിൽ സ്വലാത്ത് നഗർ വന്നു, പിന്നെ കൊല്ലം ജില്ലയിലെ കാദ്സിയയിലെ സ്വലാത്ത് നഗർ വന്നു. ചുരുക്കി പറഞ്ഞ റമദാനിലെ 21, 23, 25, 27, 29 ഒറ്റയാക്കപ്പെട്ട രാവ് മുഴുവൻ ആളുകൾ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ തുടങ്ങി. ഇനി ഇങ്ങോട്ട് നോക്കേ, പ്രവാചകന്റെ സുന്നത്ത് എന്താ? അള്ളാന്റെ മുത്തറസൂൽ ഈ അവസാന 10 അള്ളാന്റെ പള്ളിയിലെ ഇത്തികാഫിരിക്കാറുണ്ടായിരുന്നു. ഈ ലോകത്തോട് വിട പറയുന്ന കൊല്ലമില്ലേ, 20 ദിവസമാണ് ലോകത്തിന്റെ പ്രവാചകൻ ഇത്തികാഫിരുന്നത്. 20 ദിവസമാണ് ഇത്തികാഫിരുന്നത്. അവസാനത്തെ 10 അള്ളാന്റെ പള്ളിയിലാണ് ലോകത്തിന്റെ പ്രവാചകൻ ഇരുന്നത്. നമ്മളൊക്കെ പള്ളി വിട്ട് പുറത്തു പോയി. ഇതറിയാത്തോണ്ടൊന്നും ആർക്കും. കാരണം റബീഉൽ അവ്വൽ മാസത്തിൽ നബിദിനത്തിന് ഡുണ്ടുണ്ടും ദഫ് കൊട്ടും എന്താ പറഞ്ഞത്? 30 നാളിലെ നോമ്പിന്റെ പോരിഷ കഥയിലൊന്നും ഒതുങ്ങൂല. മുത്ത് റസൂലെന്ന് പാതിരാവിലും
മുസല്ലാ വിട്ടിട്ടിറങ്ങാറില്ല. അള്ളാന്റെ റസൂല് പാദരാത്രി പോലും മുസല്ല വിട്ട് പള്ളിയിൽ നിന്ന് പോവില്ല. ഇത് നമ്മൾ പാടിയിട്ടാണ് മുസല്ലിം കൊണ്ട് ഓടിയത് അല്ലേ? അപ്പോ ബിദ്അത്ത് വന്നപ്പോ യഥാർത്ഥമായ സുന്നത്തുകൾ നശിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. പെരുന്നാളിന്റെ അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജബ്ബാന എന്ന് പറഞ്ഞ മുസല്ലായിലാണ് പ്രവാചകൻ പെരുന്നാൾ നിസ്കരിച്ചത്. അന്ന് നമ്മൾ എല്ലാവരും തിരിച്ചെവിടേക്ക് കയറ്റി? പള്ളിക്കോടി കയറ്റി. പുറത്ത് നിസ്കരിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു ഇല്ലേ? എന്താണോ റസൂലുള്ള പറഞ്ഞതിന് നേരെ. ഞാൻ ആ സ്വലാത്തിന്റെ വിഷയം പറഞ്ഞുകൊണ്ട് അത് പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ തന്നെ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ആളുകളോട് നിങ്ങൾ റസൂല് ജനിച്ച ദിവസം എങ്ങനെ കാണാനാണ് നമ്മളോട് പറഞ്ഞേ? സ്വഹീഹ് മുസ്ലിം 1172 നമ്പർ ഹദീസ്. തിങ്കളാഴ്ച നോമ്പിനെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോ അവിടെന്ന് പറഞ്ഞു, ഫീഹി വുലിതു, ഞാൻ ജനിച്ചതാ തിങ്കളാഴ്ചയാ. വബുഇസ്തു, എന്നെ പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്. ഔ ഉൻസില അലയ്യൽ ഖുർആൻ, അതല്ലെങ്കിൽ എനിക്ക് ഖുർആൻ അവതീർണമായതും ഒരു തിങ്കളാഴ്ചയാണ്. ഞാൻ ജനിച്ചത് തിങ്കളാഴ്ച, എന്നെ നബിയായി നിയോഗിച്ചത് തിങ്കളാഴ്ച. നോക്കണേ, എനിക്ക് വേദഗ്രന്ഥം അവതരിച്ചത് തിങ്കളാഴ്ച. ഹിറാ ഗുഹരത്തിന്റെ മുകിരത്തില് ലോകത്തിന്റെ പ്രവാചകൻ ഏകനായിരിക്കുമ്പോ നുബുവത്തിന്റെ ഇളം തെന്നലുമായി മലക്കു ജിബ്രീൽ അള്ളാന്റെ ഹബീബിന്റെ മുമ്പ് പെയ്തിറങ്ങിപ്പോയ നിമിഷമുണ്ടല്ലോ. ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറയുന്ന മനോഹരമായ ഖുർആനിന്റെ വചനങ്ങൾ അവതീർണത കുറിച്ചു പോയത് അതൊരു തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് എല്ലാ തിങ്കളും നിങ്ങൾ നോമ്പെടുത്തോ. മുല്ല ഉമർ എന്ന് പറയുന്ന പച്ച ഷിയാ വിശ്വാസി അള്ളാഹുവിന്റെ കഅബാലയത്തിലെ ഹജറുൽ അസ്വദിനെ മോഷ്ടിക്കാൻ ശ്രമിച്ച ഫാത്തിമിയാക്കള് ആ ഹജറുൽ അസ്വദ് കിട്ടാത്തതിന്റെ ദേഷ്യത്തില് ദൂരെ നിന്ന് അമ്പ് ചെയ്ത് ഹജറുൽ അസ്വദിനെ 7 കഷ്ണമാക്കി മാറ്റിയതും ഫാത്തിമിയാക്കള്. ഇന്ന് ആ 7 കഷ്ണത്തിന് ഹജറുൽ അസ്വദിനെ കഅബാലയത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അവർ ലോകത്തോട് ഒരു ആചാരം പഠിപ്പിച്ചു. റബീഉൽ അവ്വൽ 12 നബിദിനം കൊണ്ടാടണം. 6 ആൾക്കാരെ ജന്മദിനം പറഞ്ഞു. അത് ഫാത്തിമ ബീവിയുണ്ട്, ഹസൻ റളിയല്ലാഹുവിനുണ്ട്, ഹുസൈൻ റളിയല്ലാഹുവിനുണ്ട്, അലി റളിയല്ലാഹുവിനുണ്ട്, റസൂലുണ്ട്, ഖലീഫത്തുൽ ഹാദിർ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി. അങ്ങനെ 6 പേരുടെ ജന്മദിനം. പിന്നീട് അത് നിലച്ചുപോയി. പിന്നെ മുദഫർ രാജാവ് വീണ്ടും കെങ്കേമമാക്കി. നിങ്ങൾ ആലോചിച്ചൊക്കെ, തിങ്കളാഴ്ച റബീഉൽ അവ്വൽ 12 വന്ന നമ്മൾ നോമ്പെടുക്കോ പുട്ടടിക്കോ? ആരുടെ പാതയെ നമ്മൾ സ്വീകരിക്കുക? ആരുടെ പാതയെ സ്വീകരിക്കുക? നമ്മൾ മുല്ല ഉമർ എന്ന ഷിയാനെ സ്വീകരിച്ചു, മുത്ത് നബീനെ വലിച്ചെറിഞ്ഞു. ബിദ്അത്ത് വന്നാൽ സുന്നത്ത് തകരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ബിദ്അത്ത് സുന്നത്തായ ഏത് ആചാരങ്ങൾ എടുത്തോ അത് തൗഹീദാണ്. ബിദ്അത്തിലൂടെയാണ് ശിർക്ക് വന്നത്. കുറച്ച് കാര്യമായിട്ട് പറയാനുള്ളത് അവിടെയാണ്. സുന്നത്തിൽ തൗഹീദേ ഉള്ളൂ, ബിദ്അത്തിലൂടെയാണ് ശിർക്ക് വന്നത്. പ്രിയമുള്ളവരെ, എന്താണ് ഇസ്ലാമിന്റെ സ്വലാത്ത്? നമ്മൾ പറയില്ലേ, സലഫികള് സ്വലാത്തില്ലാത്തവരാന്ന് ആൾക്കാർ പറയാ. എന്തുകൊണ്ടാ സ്വലാത്തില്ലാത്തവരാ പറയണേ? സ്വലാത്തിനെ കച്ചവടം ചെയ്യാനോ പുത്തൻ സ്വലാത്തിന്റെ പുറകിലോ നമ്മൾ ഓടൂല്ല. നമ്മൾ പറഞ്ഞു ധാരാളമായി സ്വലാത്ത് ചൊല്ലണം എന്ന് പറയാം. എന്താണ്? ഇപ്പൊ ഞാനിവിടെ മലപ്പുറത്ത് വന്ന് പ്രസംഗിച്ച് നിങ്ങളോട് പറയാം, ഈ പ്രോഗ്രാമിന് ചെലവുണ്ട്, അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും സ്വതക്ക തന്നിട്ട് പോകണമെന്ന് പറഞ്ഞ് ഈ മൈക്ക് ഇവിടെ ചരിച്ചു വെച്ച് ഒരു കസേരട്ട് ബക്കറ്റിട്ട് അവിടെ ഇരുന്ന് പൈസ ഉള്ളവരൊക്കെ കയറി വരാ സല്ലല്ലാഹു അലാ, ഈ പണിക്ക് നമ്മൾ നിൽക്കൂല. അപ്പൊ പറഞ്ഞു, കണ്ടോ ഇവര് സ്വലാത്തില്ലാത്തവരാന്ന് പറഞ്ഞു. സദസ്സിന്റെ ആവേശം കൊള്ളിക്കാൻ വേണ്ടിയിട്ടൊരു സ്വലാത്ത്, അതിലെ അപകടം നമ്മൾ അറിയണില്ല. നമ്മൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആൾക്കാരെ മോശക്കാരാക്കി പറയാനാണോ? അല്ല, അതിലൊരു വലിയ തിന്മ നടക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ഞാൻ കുറച്ചു നേരം സംസാരിച്ച് സദസ്സ് വാടണമെന്ന് കണ്ടാൽ ഉടനെ എന്താ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലാത്തത്? ഹബീബായ റസൂലുള്ളാഹ്, അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ്, യാ മൻ ല യംലഇൽ ബത്ന ബിശ്ശഈർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്, യാ മൻ ലം യൽബസിൽ ഹരീർ, യാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് കേൾക്കുമ്പോ സദസ്സിങ്ങനെ ആവേശം കൊള്ള. നമ്മൾ ഈ പറഞ്ഞ വാക്കെന്തെന്നറിയോ? നിങ്ങൾക്ക് അലമുറയിട്ട് പറഞ്ഞ് ഈ വാക്കെന്തെന്നറിയോ? അതൊരു ദുആയാണ്.
അതൊരു പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മുത്ത് നബിക്ക് ഗുണവും രക്ഷയും ഏകണേ അല്ലാഹ്. അങ്ങനെ അലമുറട്ടിട്ടാണോ നമ്മൾ പ്രാർത്ഥിക്കുക? ആണോ? ഈ പരിപാടിക്ക് നമ്മൾ നിൽക്കാത്തതുകൊണ്ട് പറഞ്ഞു സ്വലാത്തില്ല ചോരാന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ചോക്ക്. ഇനി മാത്രമല്ല, ഇപ്പണ്ട് ഈ വീടുകളിലൊക്കെ ഒരു സ്ലിപ്പ് കൊണ്ടുവന്ന് തരല്ലേ. 2010 സൗത്ത് കർണാടകയിലെ അൽ അൻസാർ എന്ന് പറയുന്ന ഒരു മാസികയിലെ ഒരു ലേഖനം വന്നു. SSFൽ നിന്ദ 5 കോടി സ്വലാത്ത്, SSF 5 കോടി സ്വലാത്ത് മുത്തനബിക്ക് അയച്ചു കൊടുക്കണം. അതുകൊണ്ട് ഓരോ യൂണിറ്റ് ഓരോ ലക്ഷം സ്വലാത്ത് വീതം സെൻട്രൽ കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തിട്ട് സെൻട്രൽ കമ്മിറ്റി അത് റസൂലുള്ളാഹിക്ക് അയച്ചു കൊടുക്കുന്ന. അപ്പോ അത് പിന്നെ നമ്മുടെ കേരളത്തേക്ക് വന്നു. നമ്മളിങ്ങനെ ആ സ്ലിപ്പിൽ ഇങ്ങനെ ചെയ്തപ്പോൾ ഞാൻ എൻ്റെ പേര് എഴുതി ഷാഫി ഹുസൈൻ 6214 സ്വലാത്ത്, എൻ്റെ ഉമ്മാൻ്റെ പേര് എഴുതി ഇത്ര സ്വലാത്ത് എഴുതി അത് നേരെ കൊണ്ടുപോയി കൊടുത്താൽ അത് പിന്നെ കൂറത്തങ്ങളോ ബായാർ തങ്ങളോ ഹലീൽ തങ്ങളോ ഒക്കെ വന്ന് റസൂലുള്ളാഹിക്ക് എന്ത് ചെയ്യും? ചവിട്ടിക്കയറ്റി അയച്ചു കൊടുക്കുന്ന. നമ്മൾ പറഞ്ഞ എന്താണ്? നമ്മൾ പറഞ്ഞു മലപ്പുറത്ത് ഉമ്മ വീടിന്റെ അകത്തളങ്ങളിലിരുന്ന് ധാരാളം ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. അത് മുത്തുനബിക്ക് എത്തിക്കാൻ അല്ലാഹു മലായിക്കത്തുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഒരു പുരോഹിതന്റെയും കാലിന്റെ ചോട്ടിൽ നിങ്ങൾ കൊണ്ടുപോയി വെക്കണ്ട. ധാരാളം സ്വലാത്ത് ചൊല്ലി. ഇനി സത്യത്തിലെ ആ സ്വലാത്ത് കൊണ്ട് കിട്ടേണ്ട ബെനിഫിറ്റ് എന്താണെന്നറിയാം? അതുകൊണ്ട് കിട്ടുന്ന നേട്ടം എന്താണെന്നറിയാം? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അള്ളാഹു 10 ഗുണം ചെയ്യുന്ന. നമ്മൾ സ്വലാത്ത് ചൊല്ലില്ല വെച്ചിട്ട് മുത്തനബിക്ക് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അള്ളാഹു സ്വർഗീയ ലോകത്ത് ആദ്യമായി കടന്നു വരുന്നത്, ആദ്യമായി സ്വർഗത്തിലൂടെ പ്രവേശിക്കുന്നത്, സ്വർഗത്തിൽ അല്ലാഹു കൊട്ടാരം പണിത് കാത്തിരിക്കുന്നു. റിയാദുസ് സാലിഹീൻ 1549 നമ്പർ ഹദീസാണ്. അത്രയും സ്ഥാനം അല്ലാഹുവിന്റെ ഹബീബിനുണ്ട്. എന്നിട്ട് നമ്മൾ സ്വലാത്തിൽ എന്തിനാ? ഒരു സ്വലാത്ത് ചൊല്ലിയാൽ നമുക്ക് 10 ഗുണം കിട്ടും. നമ്മളുടെ തൗഹീദിനെ ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താ സുന്നത്തായ സ്വലാത്ത്? നമുക്ക് അറിയണില്ല. ഈ നാട്ടും പുറത്ത് ഒരാളോട് നിങ്ങൾ ചോദിച്ചോക്കെ, മോനെ മുത്തുനബിക്ക് വേണ്ടി എങ്ങനെയാടാ സ്വലാത്ത് ചൊല്ലുക? അവൻ പറയും അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമൻ. അല്ലടാ, അത് നാരിയ സ്വലാത്തല്ലേ? റസൂലുള്ളാഹിന്റെ നാവുകൊണ്ട് പഠിപ്പിച്ചു. അതായത് അങ്ങനെ ഒരു സ്വലാത്ത്. നമ്മൾ അത്തഹിയ്യാത്തിൽ ചെല്ലണ സ്വലാത്തില്ലേ? അപ്പൊ എവിടെ നിന്ന് ചൊല്ലണമെന്നറിയോ? അത്തഹിയ്യാത്തുൽ മുബാറകാത്ത് സ്വലവാത്ത് തയ്യിബാത്തുൽ എങ്ങനെ ചൊല്ലി വരുമ്പോൾ കിട്ടി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അത് സ്വലാത്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരില്ല നമ്മളുടെ കൂട്ടത്തിൽ, ഇല്ലേ? ഖുർആനിന്റെ മനോഹരമായ ആയത്തിറങ്ങുകയാണ്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു മുത്തുനബിക്ക് ഗുണം ചെയ്യുന്നുണ്ട്, മലക്കുകൾ ഗുണത്തിന് വേണ്ടി തേടുന്നുണ്ട്. വിശ്വാസികളെ, ധാരാളം സ്വലാത്തും സലാമും നിങ്ങൾ ചൊല്ലണേന്ന് ആയത്തിറങ്ങുമ്പോ സ്വഹാബത്തോടി വരുന്നു റസൂലുള്ളാഹിന്റെ മുമ്പിലോട്. അള്ളാഹിന്റെ നബിയെ, എങ്ങനെയാണ് സലാം പറയേണ്ടതെന്ന് അങ്ങ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കൈഫ നുസല്ലി അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെയാണ് സ്വലാത്ത് ചൊല്ലേണ്ടത് എന്ന് ചോദിക്കുമ്പോ റിസാലത്തിന്റെ പൂച്ചുണ്ടുകൾ ചലിക്കുകയാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. 7ഓളം വരുന്ന വ്യത്യസ്തമായ സനദകളിലൂടെ കാണാ. അല്ലാഹുവേ, മുഹമ്മദ് നബിക്ക് നീ ഗുണം ചെയ്യണേ അല്ലാ, അവിടുത്തെ കുടുംബത്തിന് ഗുണം ചെയ്യണേ അല്ലാ, ഇബ്രാഹിം നബിക്കും കുടുംബത്തിനും നീ ഗുണം ചെയ്ത പോലെ അല്ലാഹുവോട് നബിക്ക് വേണ്ടി ചോദിക്കാൻ. ഇനി പുതിയ സ്വലാത്തിന്റെ പ്രശ്നം എന്താ? ഇപ്പൊ കോഴിക്കോട് നിന്നൊരു പുസ്തകം ഇറങ്ങുന്നുണ്ട്, താജുസ് സ്വലാത്ത്. അതിൽ താജുസ് സ്വലാത്ത് മാത്രമല്ല 110ഓളം സ്വലാത്ത് ഉണ്ട്. അതിലാരോടാ തേടുന്ന? ഖുദ്ബിയദീ ഖദലാക തഹീലതി വഅദ്രിക്നി യാ റസൂലല്ലാഹ്. ഖുദ്ബിയദീ, എൻ്റെ കൈക്കൊന്ന് പിടിക്കണേ. ഖദലാക തഹീലതി, എൻ്റെ സൂത്രമൊക്കെ ഇടുങ്ങിപ്പോയിട്ടുണ്ട്. വഅദ്രിക്നി യാ റസൂലല്ലാഹ്, എന്നെ ഒന്ന് സ്വീകരിക്കണേ നബിയേ. നമുക്ക് വേണ്ടി
നബിയോട്. റസൂലുള്ള പഠിപ്പിച്ചതിൽ റസൂലുള്ളാക്ക് വേണ്ടി അള്ളാനോട്. ഇതാണ് റസൂലും സമസ്തയും തമ്മിലുള്ള വ്യത്യാസം, തൗഹീദും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ നോക്കിയേ, മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോ ആ നബിയോട് തേടാനല്ല, ആ റസൂലുള്ളാക്ക് വേണ്ടി അള്ളാനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റുള്ള പ്രവാചകന്മാരുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അള്ളാനോട് അലൈഹിസ്സലാം. സഹാബത്തുൽ കിറാമാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഔലിയാക്കളുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അള്ളാനോട് റളിയല്ലാഹു അൻഹും. 9-ാമത്തെയും സൂറത്ത് തൗബ 100-ാമത്തെ ആയത്താണ്. മഹാന്മാരുടെ പേര് കേൾക്കുമ്പോ അവരോട് തേടാനില്ല, അവർക്ക് വേണ്ടി അള്ളാനോട് റഹ്മത്തുള്ളാഹി അലൈഹി. എത്ര പെർഫെക്റ്റ് ഇസ്ലാം! നമ്മളതിനെ മാറ്റി തിരുത്തിയതാണ്. സുന്നത്തിൽ എവിടെയും പ്രശ്നമില്ല. ഇപ്പൊ നിങ്ങൾ ആലോചിച്ചപ്പോ ഈ പാമ്പ് കടിയുടെ ഒരു സീസൺ ആണല്ലോ ഇപ്പോ. ചൂട് കൂടിയിട്ട് ആകെ പാമ്പിന്റെ പ്രശ്നങ്ങൾ. എവിടെ തകരാറ് വരുന്നത് നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇപ്പൊ ഞാന് ളുഹർ നിസ്കാരം കഴിഞ്ഞ് എൻ്റെ വീട്ടിലേക്ക് വരികയെന്ന് വിചാരിച്ചു. വീടിന്റെ മുറ്റത്തൊരു പാമ്പ്, അതിനെ തല്ലിക്കൊന്നു. ളുഹറൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ രണ്ടാമതൊരു പാമ്പ്, അതിനെയും കൊന്നു. അസറിന്റെ നേരത്തെ 3-ാമത്തെ ഒരു പാമ്പ്, അതിനെയും കൊന്നെങ്കിൽ എൻ്റെ മനസ്സ് അസ്വസ്ഥാവാൻ തുടങ്ങി. ഞാൻ വേഗം പള്ളിയിൽ ഉസ്താദിന്റെ അടുത്ത് പോയി ചോദിച്ചു, ഉസ്താദ് 3 പാമ്പിനെ കാണാൻ എന്താ ചെയ്യാൻ? ഉസ്താദ് പറയും, റിഫായ് ഷെയ്ന്റെ പേരിൽ യാസീൻ ഓദിക്കോ, പാമ്പിന്റെ ആള് മൂപ്പരാണ്. ഇതാണ് സാധാരണ പറയാ. മുത്തുനബിയുടെ അടുക്കലേ ഒരാൾ വന്നിട്ട് പറഞ്ഞു, റസൂലേ എന്നൊരു തേള് കടിച്ചിട്ടുണ്ട്. അള്ളാന്റെ ഹബീബ് പറയാണ്, നീ നേരം വൈകിച്ചപ്പോ അഊദു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ് എന്ന് നീ ദുആ ചെയ്തിരുന്നുവെങ്കിൽ ആ ക്ഷുദ്രജീവി നിന്നെ ഉപദ്രവിക്കില്ലായിരുന്നു. പ്രിയമുള്ളവരെ, ആത്മീയമായി എങ്ങനെയാണ് പാമ്പിന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ തേടാ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്ന ദിക്റാണ് അഊദു ബികലിമാതില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ്. അതുപോലെ തന്നെ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി എന്നുള്ള ദിക്റുകൾ അത് രാവിലെയും വൈകുന്നേരവും ചൊല്ലാ. ക്ഷുദ്രജീവികൾ നിങ്ങളെ ആക്രമിക്കൂല. റസൂലുള്ളാഹിന്റെ പ്രത്യേകത അതാണ്. നമ്മൾ നേരെ പടപ്പിലേക്ക്. കാരണം എന്താ അറിയോ, റസൂലുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് അങ്ങനെയാണ്. ഇപ്പോ കല്യാണം നടക്കാൻ ഒരു സ്ഥലം, കുട്ടികൾ ഉണ്ടാവാൻ ഒരു സ്ഥലം. പാലക്കാട് ജില്ലയുടെ പുത്തരിപ്പാടത്ത് വള്ളിയുടെ മേലെ തൊട്ടിൽ കെട്ടി കൊടുക്കും ആൾക്കാർ കുട്ടികളുണ്ടാവാൻ വേണ്ടിയിട്ട്. അതുപോലെ കല്യാണം ശരിയാവാൻ, കച്ചവട ആവശ്യങ്ങൾക്ക് വേണ്ടി സത്യം ചെയ്യാൻ ഒരു സ്ഥലം. കഅബയിലും ഇങ്ങനെ തന്നെ ഇരുന്നു. റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ് കുറെ വിഗ്രഹങ്ങളുണ്ട്. അതിന്റെ ആവനാഴിയിൽ അമ്പുകളാണ് കച്ചവടത്തിന്, കല്യാണത്തിന്. അവരോട് റസൂലുള്ളാഹി ഒരു ആയത്ത് ഓതി കൊടുത്തു, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. എല്ലാറ്റിനും കഴിവുള്ള അല്ലാഹ്, അവൻ എത്രയോ പരിശുദ്ധനാണ്. റബ്ബിലേക്ക് ഇങ്ങ് പോരെ, ആ റബ്ബിലേക്ക് ഇങ്ങ് പോരെ. അവിടെ തീരാവുന്ന വിഷയമുള്ളൂ. അവന്റെ പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ ഇസ്ലാമിൽ ഒരു സുന്നത്താണ് ഖബർ സിയാറത്ത് എന്ന് പറയണേ. സുന്നത്താണ്. ആ ഖബർ സിയാറത്ത് ചെയ്താൽ നോക്കേ, നമ്മൾ പലപ്പോഴും പറയും മുജാഹിദർക്ക് ഖബർ സിയാറത്ത് ഇല്ല എന്നാ പറയാം. അത് വെറുതെ അല്ല. ഞാൻ എൻ്റെ ബാപ്പാന്റെ ഖബർ സിയാറത്ത് റോട്ടിക്ക് ഇങ്ങനെ കയറി വരിക. അപ്പൊ എൻ്റെ സ്വന്തം ബ്ലഡ് റിലേഷനിൽപ്പെട്ട ഒരുത്തൻ ബുള്ളറ്റ് കൊണ്ടുവന്ന് നിർത്തിയിട്ട് എന്നോട് ചോദിക്കുകയാണ്, നീ എന്താ ഒറിജിനൽ മുജാഹിദ് അല്ലേ? അപ്പോ ഇവരുടെ മനസ്സിലുള്ള ഒരു ധാരണ എന്താണെന്നറിയാം, മുജാഹിദർക്ക് ഖബർ സിയാറത്തില്ല, സലഫികൾക്ക് ഖബർ സിയാറത്തില്ല. നമ്മൾ പറഞ്ഞു ഖബർ സിയാറത്ത് ചെയ്തോ, ധാരാളമായി ചെയ്തോ, അത് സുന്നത്താണ്. അവിടെ പോയി ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് വേണ്ടി അള്ളാഹിനോട് ദുആ ചെയ്യണം എന്ന് നമ്മൾ പറഞ്ഞു കൊടുത്തു. നമ്മൾ ആലോചിച്ചൊക്കെ അത് കൃത്യമായി ഷാഫി മദ്ഹബിൽ ആ വിഷയം പഠിപ്പിച്ചു തരുന്നുണ്ട്. നമ്മളതിനെ എതിർത്തെന്തെന്നറിയോ, ജാറമാക്കുന്നതിനെ, നിലവിളക്ക് കൊളുത്തുന്നതിനെ. അതുപോലെ തന്നെ നമ്മൾ സിയാറത്തിന് പോയത് എന്തിനാണ്? ഖബർ കിടക്കുന്ന ആൾക്ക് പ്രാർത്ഥിക്കാനാണോ? അല്ല, നഷ്ടപ്പെട്ടു പോയ വസ്തു തിരിച്ചു കിട്ടാൻ, കച്ചവടത്തിൽ അഭിവൃദ്ധി ഉണ്ടാവാൻ, വീടിന്റെ പണി പെട്ടെന്ന് തീരാൻ, മോളുടെ കല്യാണം പെട്ടെന്ന് ശരിയാവാൻ, ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. അള്ളാന്റെ ഹബീബ് ഖബർ സിയാറത്തിന്റെ ലക്ഷ്യം പറഞ്ഞ എന്താ?
ഇന്നി ഖദ് നഹൈതുകും അൻ സിയാറത്തിൽ ഖുബൂരി അലാ ഫസൂറുഹാ ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. ഇന്ന് വരെ ഖബർ സിയാറത്ത് ചെയ്യണ്ട എന്ന് ഞാൻ നിങ്ങളോട് വിരോധിച്ചിരുന്നു. ഇനി നിങ്ങൾ ഖബർ സിയാറത്ത് ചെയ്തോ. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ. അത് പരലോകത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാണ്. അതുകൊണ്ട് ഖബർ സിയാറത്ത് ചെയ്യണമെന്ന് അള്ളാഹുവിന്റെ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ധാരാളമായി ഖബർ സിയാറത്ത് ചെയ്യാമെന്ന്. എന്തിനാ? പരലോകത്തെ കുറിച്ച് ഓർമ്മ ഉണ്ടാക്കാനാ, മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടാക്കാനാ. നാളെ ഞാനും ഇതുപോലെ ഖബറിൽ കിടക്കേണ്ടുന്നവനാണ് എന്ന ചിന്തയുണ്ടാക്കാനാണ് അള്ളാഹു നമ്മളോട് ഖബർ സിയാറത്ത് പറഞ്ഞത്. പക്ഷേ പിന്നെ നമ്മൾ എതിർത്ത് എന്തിനാണ്? പറയും കണ്ടവർ ഔലിയാക്കളെ വരെ എതിർത്തിട്ടാണെന്ന് പറയും. നമ്മൾ ഔലിയാക്കളെ എതിർത്തിട്ടില്ല, ഇല്ല. ഖുർആനിലെ 10-ാം അധ്യായം 60-61 ആയത്തിൽ അല്ലാഹു പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കള് അവർക്ക് ദുഃഖിക്കാനില്ല, ഭയപ്പെടാനില്ല. ആരാണ് റബ്ബിന്റെ ഔലിയാക്കൾ എന്നറിയുമോ? വല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ ഈമാനുള്ളവരാണ്, തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാണ്. തഫ്സീറുൽ ഖുർആനിൽ അദീമിൽ അല്ലാമാ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞില്ലേ, മൻ കാന ലില്ലാഹി തഖിയാ കാന ലില്ലാഹി വലിയാ. ആര് റബ്ബിന്റെ തഖ്വയോടുകൂടെ ജീവിച്ചോ അവൻ അല്ലാഹുവിന്റെ വലിയായിട്ടുണ്ടെന്നാണ്. അല്ലാഹുക്ക് തഖ്വയോടുകൂടെ ജീവിക്കുന്നവർ ഔലിയാക്കൾ. ആ ഔലിയാക്കൾ അങ്ങനെ തഖ്വയോടുകൂടെ ജീവിക്കുമ്പോ അല്ലാഹു അവരെ മിത്രങ്ങളായി സ്വീകരിക്കുമ്പോ അള്ളാഹു അവർക്ക് ചില സഹായങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പേരാണ് കറാമത്ത്. കറാമത്തുള്ളതാണ്. നമ്മൾ പ്രശ്നം എന്താ അറിയോ? കറാമത്ത് ഇങ്ങോട്ട് ചോദിക്കാനാന്ന് പറയും. ഔലിയാക്കളെ സമൂഹം ഇന്ന് പുച്ഛിച്ചു തള്ളി. ആരാ പുച്ഛിച്ച്? സമസ്തന്റെ ആളുകൾ തന്നെ അതിനെ പുച്ഛിച്ചു തള്ളി. അവരുടെ കറാമത്തുകളെ മുഴുവൻ മായാവി കഥകളാക്കി, കോമാളിത്തരങ്ങളാക്കി മാറ്റി. റസൂലുള്ളാന്റെ സഹാബ അവർ ഒരു വഴിയിലൂടെ നടന്നുപോയ 2 പേര് അള്ളാഹു വെളിച്ചം കൊടുത്തു. അവർ 2 വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ ആ വെളിച്ചം 2ആയി മാറി, അല്ലേ? അതിൻ്റെ ശേഷം അത് അള്ളാഹു കൊടുത്തൊരു കറാമത്താണ്. പിറ്റേ ദിവസം അവരാരും റാന്തല് കച്ചവടം ചെയ്തിട്ടില്ല. വിസയില്ലാത്തവര്, രോഗമുള്ളവര്, ടിക്കറ്റ് ശരിയാവാത്തവര് പോന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് അവരാരും പച്ച പുതച്ചിട്ട് റൂമിൽ ഇരുന്നിട്ടില്ല. അതിൻ്റെ പ്രത്യേകത അതാണ്. മരണശേഷം കറാമത്ത് ഉണ്ടാവില്ലേ? ഔലിയാക്കൾക്ക് അനിവാര്യമെങ്കിൽ ഉണ്ടാവും. ആസിം റളിയല്ലാഹു അൻഹുവിന്റെ തലയോട്ടിയില് കള്ളുകുടിക്കാൻ നേർച്ചയാക്കിയിരുന്നു ശത്രുക്കള്. അദ്ദേഹത്തിന്റെ കഴുമരത്തിലേറ്റുമ്പോ അദ്ദേഹം ചെയ്തൊരു ദുആയുണ്ട്. അള്ളാഹുവിനോട് അദ്ദേഹം പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലാഹുവേ വലസ്തു ഉബാലി ഹീന ഉഖ്തലു മുസ്ലിമാ അലാ അയ് ശിക്കിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാതിൽ ഇലാഹി يبارك على أوصال شلو ممزعي. ഞാൻ മുസ്ലിമായി മരിക്കപ്പെടുമ്പോ അതെവിടെ വെച്ച് എങ്ങനെയെന്ന കാര്യം പോലും ഞാൻ പരിഗണിക്കുന്നില്ല. എൻ്റെ മരണം അല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എൻ്റെ ചിഹ്ന ഭിന്നമാക്കപ്പെടുന്ന അവയവങ്ങളിൽ അവൻ ബറക്കത്ത് ചെയ്യുമെന്ന് പറഞ്ഞ ആസിം റളിയല്ലാഹു അൻഹു ഷഹീദാകുമ്പോ അദ്ദേഹത്തിന്റെ തലയോട്ടിയിൽ കള്ളു കുടിക്കാൻ നേർച്ചയാക്കിയിരുന്നവരോ തലയോട്ടി മുറിച്ചെടുക്കാനായി കടന്നു വന്നപ്പോ അല്ലാഹു കടന്നൽ കൂട്ടങ്ങൾ പറഞ്ഞേക്കുകയാണ്, അതിനെ മുറിച്ചെടുക്കാൻ കഴിഞ്ഞില്ല. രാത്രിയിലൂടെ മുറിച്ചെടുക്കാമെന്ന് കരുതുമ്പോ കുത്തിച്ചെറിയുന്ന പേമാരി അല്ലാഹു ജനാസയെ അങ്ങ് മാറ്റിക്കളഞ്ഞു എന്നാണ്. ഇതാണ് ഒറിജിനൽ കറാമത്ത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ല സഹാബ, ആസിമിന്റെ കറാമത്ത് വെളിവാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അബൂബക്കറെ ജാറമ്പെടുത്തോ. അവിടുന്ന് ബിലാലെ അവിടെ ഉറൂസ് നടത്തേണ്ടത് നീയാ, ജാറം മൂടേണ്ടത് ഉമറേ താങ്കളാണ്. അംർ ഇബ്നുൽ ആസാണ് നിലവിളക്കിലെ വെളിച്ചെണ്ണ കോരിക്കൊടുക്കാനുള്ളത്. അള്ളാന്റെ ഹബീബ് പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ആചാരമില്ല. അപ്പൊ കറാമത്തുണ്ട്. പിന്നെ നമ്മൾ എതിർത്ത് എന്തിനാണ്? ഇല്ലാത്ത കറാമത്ത് പറയാം.
ഇപ്പോ സത്യം പറയാലോ, ഈ കാസർഗോഡിന്റെ കോട്ടിക്കുളം ഖാദിരി എന്ന് പറഞ്ഞിട്ടൊരു മഹാവലിയുണ്ട്. ഞാൻ കബറിൽ കിടക്കണവരല്ല കേട്ടോ പറയണേ, അതിനെ പറയാൻ നമുക്ക് ആർക്കും അവകാശമല്ല. ഏതുപോലെ ഈസാ നബീനെ ക്രിസ്ത്യാനികൾ ആരാധിക്കുമ്പോൾ നമ്മൾ പറയും ആ ആരാധന ശരിയല്ല, അത് ഈസാ നബിക്കെതിരല്ല, ഈസാ നബീനെ ആരാധിക്കണവരോടാ പറയണേ. അതുകൊണ്ട് കോട്ടിക്കുളം ഖാദിരീനല്ല നമ്മൾ പറയണേ, കോട്ടിക്കുളം ഖാദിരിയോട് ആരാധിക്കുന്ന ആളുകളോട് പറയും. ഞാൻ പച്ചക്ക് പറയുന്നു, ആരാധന തന്നെ പറയുന്നു, അതിൽ ഞാൻ പിൻവലിക്കണില്ല. കാരണം നടക്കുന്നത് മുഴുവൻ ആരാധനയാണ്. നിങ്ങൾക്കറിയാം, ഈ കോട്ടിക്കുളം ഖാദിരി നമ്മുടെ നാട്ടിലെ AP സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മഹാരഥനായ ഒരു വലിയാണ് കോട്ടിക്കുളം ഖാദിരി. പക്ഷേ EK സമസ്തയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മഹാപോക്കിരിയാണ്. സാക്ഷാൽ ശംസുൽ ഉലമ. അദ്ദേഹം പറ്റി എഴുതി വെച്ചൊരു വരികളുണ്ട്. അദ്ദേഹം വരികൾ എഴുതി, ഞാൻ തൽക്കാലം അതിനൊരു ഈണം കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? കോട്ടിക്കുളം ഖാദിരിനെ പറ്റി പറയാ, ഖദ് ജാഅ ഫീനാ ഖാദിരി മിസ്ലൽ ഹിമാരിൽ ഹാദിരി ഔ കഹമുദില്ലി പാദിരി. ഓഹോ ഇതെന്തൊരു മാതിരി. കോട്ടിക്കുളം ഖാദിരി എന്ന് പറഞ്ഞൊരു ഹിമാറാണെന്ന്, കഴുതയാണ്. അങ്ങനെ ഒരു കഴുത ഇവിടെ വന്നിട്ടുണ്ട്, ആൾക്കാരെ വഴിപടപ്പിക്കുന്ന ആളാണ് എന്ന് പറഞ്ഞത് ആരാണ്? EK ശംസുൽ ഉലമ. അദ്ദേഹത്തെ മഹാനവറുകളാന്ന് പറഞ്ഞ ആരാണ്? ഇവിടുത്തെ കാന്തപുരം വിഭാഗം. നമ്മൾ അവർക്ക് പോലും തീരുമാനമായിട്ടില്ല. പിന്നെ ഔലിയാക്കളെ പച്ചക്ക് അപഹസിക്കുക. ഞാൻ പറയട്ടെ, ഇപ്പൊ വേങ്ങര കോയപ്പാപ്പാനെ പറ്റി നമ്മൾ ഒരിക്കലും പറയില്ല. സമൂഹത്തിൽ പറയാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ കറാമത്ത് പറയാ. മഴയില്ലാതെ നാട്ടുകാരെ വിഷമിച്ചു, കോയപ്പാപ്പാനോട് സങ്കടം പറഞ്ഞു. അദ്ദേഹം ഒരു ഉയരത്ത് കയറി നിന്നു, അതാ മോത്രിക്കുന്നു, അതാ വരുന്നു തകർപ്പൻ മഴ എന്ന് പച്ച മലയാളത്തിൽ ഇവർ എഴുതി വെച്ചു. ഔലിയാക്കളെ നിന്ദിക്കല. ഇനി അതേ കോയപ്പാപ്പാന്റെ മറ്റൊരു കറാമത്ത് എന്നറിയോ? കോയപ്പാപ്പാക്ക് പത്തിരി കിട്ടിയാൽ ഈ പത്തിരി അദ്ദേഹം കാക്കകൾക്ക് ഇട്ടുകൊടുക്കുന്ന. കാരണം എന്താണ്? അത് ചില്ലറക്കാരല്ല, മൗലിദ് കിതാബിന്റെ രചയിതാവായ കാരന്തൂർ മർക്കസിലെ മുദർരിസാണ് ഇത് എഴുതി വെച്ചത്. ആ പത്തിരി ഇങ്ങനെ ഇട്ടുകൊടുക്കാനുള്ള കാരണം കാക്കകൾക്ക് 1200 വർഷം ആയുസ്സുണ്ടെന്നാണ് അദ്ദേഹം ആ സംസാരത്തെ പറഞ്ഞത്. ഞാൻ ഗൂഗിളിൽ നോക്കി, ഒന്നുമില്ല, 7-32 ഉള്ളൂ കാക്കൻ്റെ ആയുസ്. എന്താണെങ്കിലും ശരി, അത് ഈ KSEB ലൈനുമ്പോൾ കുറെ തീർന്നു പോയേക്കണം. പക്ഷെ എന്താണെങ്കിലും ശരി, 1200 കൊല്ലണ്ട് അത്ര മുപ്പരയിൽ പറയാം കാക്കക്ക്. അതുകൊണ്ട് ഈ കാക്കകളൊക്കെ സ്വഹാബി കാക്കകളാവാം, റസൂലുള്ളാഹിനെ കണ്ട കാക്കകളാകും. അല്ലെങ്കിൽ റസൂലുള്ളാഹിനെ കണ്ട കാക്കേനെ കണ്ട കാക്കയോ, അതായത് സ്വഹാബി കാക്ക, താബിഉ കാക്ക, തബഉ താബി. നമ്മുടെ മലപ്പുറം ജില്ലയിൽ സ്നേഹത്തോടെ വിളിക്കുന്ന കാക്കുമല്ല കേട്ടോ, സ്വഹാബി കാക്ക, താബി കാക്ക, തബഉ താബിഉ കാക്ക. അതുകൊണ്ടാണ് കാക്കക്ക് പത്തിരി കൊടുക്കണമെന്നാണ്. അപ്പോ നമ്മളുടെ ലക്ഷദ്വീപ് വലിയന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, മൂപ്പര് ഒതുടുക്കണ നേരത്തെ തലപ്പാവ് താഴത്തേക്ക് ഇറക്കി വെച്ചപ്പോ കാക്ക അതിൻ്റെ മേലെ കാഷ്ടിച്ച മൂപ്പര് കാക്കേനെ ശപിച്ചു എന്ന്. അതുകൊണ്ടാണ് ലക്ഷദ്വീപിൽ കാക്കയില്ലാത്തതെന്ന്. എങ്ങനെ ഇതൊക്കെ തമ്മിൽ പൊരുത്തണ്ടാവണേ? എങ്ങനെ പൊരുത്തണ്ടാവണേ? അപ്പൊ ഔലിയാക്കളുടെ ഇല്ലാത്ത കഥകൾ പറയുമ്പോൾ, അതുപോലെ തന്നെ അവരെ മോശക്കാരായി ചിത്രീകരിക്കുമ്പോൾ, ഇപ്പൊ മടവൂര് CM വലിയുല്ലാഹിനെ പറ്റി ലോകം നിയന്ത്രിക്കുന്ന ആളാന്ന് പറയും. ഞാൻ ആ മേഖലയിൽ സംസാരിക്കണില്ല, പക്ഷെ ഞാൻ സാധാരണക്കാരോട് പറയാട്ടോ, കിതാബിയായിട്ടും ഖുർആനിലെ ആയത്തിലൊക്കെ അല്ല പറഞ്ഞു ലോകം നിയന്ത്രിക്കുന്ന അല്ലയാണ്. തർക്കത്തിന്റെ കാര്യമുണ്ടോ? 1-ാം ക്ലാസ് പഠിക്കണ നിഷ്കളങ്കമായ ബാല്യത്തോട് നിങ്ങൾ ചോദിക്കും, മോനെ ആരടാ ലോകം നിയന്ത്രിക്കുന്നേ? ആ കുട്ടി പറയും അല്ലാഹ്. ആർക്കും സംശയമില്ലാത്തൊരു കാര്യമാണ്. നല്ല കിതാബോധി പഠിച്ച ഉസ്താദ്മാർക്ക് അതിൽ സംശയമുള്ളൂ. അപ്പം നിങ്ങൾ ആലോചിച്ചൊക്കെ, ഇവിടെ നിന്നൊരു സാധാരണ ഒരാള് ഗൾഫ് രാജ്യത്തൊക്കെ പോയിട്ട് കഫീലിനോട് പറയാം, കഫീലെ ലോകമൊക്കെ നിയന്ത്രിക്കണത് ആരാന്നറിയോ? ഞങ്ങളുടെ നാട്ടിലെ കോഴിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മടവൂര് എന്ന് പറഞ്ഞ മണ്ണില് 6 അടി മണ്ണിൽ മറവ് ചെയ്യപ്പെട്ട CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്ന പറഞ്ഞാല്, ആ കഫീല് ചോദിക്കുന്ന മജ്നൂനിയ സഖാഫി, എനിക്ക് ഭ്രാന്തുണ്ടോ? അത്ര കാറ്റല്ലേ ഉള്ളൂ പ്രിയമുള്ളവരതിന്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ അബൂബക്കർ റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നുന്ന്? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നുന്ന്? അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നുന്ന്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നുന്ന്? നമ്മൾ കേട്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ലോകം നിയന്ത്രിക്കുന്നു എന്ന്. മുദബ്ബിറുൽ ആലം സാനി എന്ന് ഷിയാക്കൾ പറഞ്ഞു, പച്ച ഷിയാക്കൾ പറഞ്ഞു. അവരെ പിന്തുടർന്നിട്ട് നമ്മൾ ഈ വാദത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഔലിയാക്കളെ നമ്മൾ സ്വീകരിക്കുക. ഔലിയാക്കൾക്ക് കറാമത്തുണ്ട്. ഈ CM മടവൂരിനെ പറ്റി ക്യാപിറ്റൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ, പേര് കേട്ടിട്ട് നിങ്ങൾ ഇന്റർനാഷണലി കോഡൊന്നും വേണ്ട, കാരണം ഒരു മർക്കസ് നൽകണ പുസ്തകം. അതിന്റെ 67, 68, 88, 89, 92, 93 അദ്ദേഹത്തിന്റെ കറാമത്ത് പറഞ്ഞത്.
അദ്ദേഹം നിസ്കരിക്കാറില്ല. അദ്ദേഹത്തിന്റെ ഉസ്താദ് പുലിമൊയ്തീൻ 3 കൊല്ലത്തിനിടക്കൊരു മഗ്‌രിബ് മാത്രമാണ് നിസ്കരിച്ചത്. അടുത്ത കറാമത്ത് അദ്ദേഹം നോമ്പെടുക്കാറില്ല. അടുത്ത കറാമത്ത് നോമ്പെടുത്തവരെ നിർബന്ധിച്ചുകൊണ്ട് നോമ്പ് മുറിപ്പിക്കാറുണ്ടായിരുന്നു. അടുത്ത കറാമത്ത് തുരുതുരാ സിഗരറ്റ് വലിച്ചിരുന്ന മനുഷ്യനാണ്. അടുത്ത കറാമത്ത് ഭാര്യയെ അകാരണമായി ഒഴിവാക്കിയ ആളാണ്. അടുത്ത കറാമത്ത് ഉമ്മാനോട് അദ്ദേഹം മിണ്ടാറില്ല. അടുത്ത കറാമത്ത് സ്വർണ്ണ ചെയ്യനും പട്ടും അദ്ദേഹം ധരിച്ചിരുന്നു. മദീനയുടെ മസ്ജിദുൻ നബവിയുടെ മിമ്പറില് അല്ലാഹുവിന്റെ ഹബീബ് പുരുഷന് ഹറാം എന്ന് പറഞ്ഞതാണ് പട്ടും സ്വർണ്ണമെങ്കില്. അടുത്ത കറാമത്ത് അദ്ദേഹം മൂത്രിച്ചാല് വെള്ളമെടുക്കാറില്ല. അടുത്ത കറാമത്ത് ശിഷ്യന്മാര് കല്ലുകൊണ്ട് കൊടുത്തപ്പോ ദേഷ്യത്തോടുകൂടെ വലിച്ചെറിഞ്ഞ മഹാനവറുകളാണ്. അടുത്ത കറാമത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചാല് പണം കൊടുക്കാറില്ല. അദ്ദേഹത്തിന്റെ വസ്ത്രം ഹോട്ടൽ ഉടമ വാങ്ങിച്ചു വെച്ചപ്പോ അടിവസ്ത്രം ധരിച്ച് മഹാനവറുകൾ നടന്നു നീങ്ങി. നിങ്ങൾ പറ, ഞാൻ മടവൂരിനെ പറയണില്ല കേട്ടോ. അദ്ദേഹത്തിന്റെ പേരിൽ ക്യാപിറ്റൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ മടവൂർ CM വലിയുല്ലാഹി നിങ്ങൾ എഴുതി വെച്ചതാ. അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ഈമാനുള്ളോരാ, തഖ്വയോടുകൂടെ ജീവിക്കുന്നവരാ. നിസ്കരിക്കാത്തോനെ വരെ നമ്മൾ പറഞ്ഞ അദ്ദേഹത്തിന് കറാമത്ത് നിസ്കരിക്കൂല. കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ ഹറമിൽ ഇമാമ നിൽക്കണം. പഴയ കാലത്തൊക്കെ ആൾക്കാർ വിശ്വസിച്ചിരുന്നു. ഇന്ന് ഹറമിൽ 10-12 ഇമാമിങ്ങളുണ്ട്. ഓരോ സമയം അവർക്ക് ഷിഫ്റ്റ് റൊട്ടേഷനാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ ലൈവ് നമുക്ക് മൊബൈലിൽ കാണപ്പോ ഹറമിലാറെ ഇമാമ. എന്നിട്ട് ഈ തരികട നമ്പറൊക്കെ ഇറക്കിയിട്ടാണ് സമൂഹത്തെ പറ്റിച്ചത്. പ്രിയമുള്ളവരെ, ആ ഖബറാളികളോട് തേടുന്നവരോട് സുന്നത്തായ ഖബർ സിയാറത്ത് അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് ചോദിക്കലാണെങ്കിൽ എഴുതി വെച്ചോ. ഷാഫി മദ്ഹബിലെ ആധികാരിക പണ്ഡിതനായ ഇമാം മഖ്രീസി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ തജ്രീദു തൗഹീദുൽ മഖ്രീസി എന്ന് പറയുന്ന കിതാബില് ഖബർ സിയാറത്തുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, വന്നാസു ഫീ ഹാദൽ ബാബി സലാസതു അഖ്വാം. ഈ വിഷയത്തിൽ 3 നിലപാടെടുക്കുന്ന ആളുകളുണ്ട്. വഖൗമു യസൂറൂനഹും, ചില ആളുകള് ഖബറാളികളെ സന്ദർശിക്കാറുണ്ട്. വയദഊനലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. അതാണ് ശർഈയായ സിയാറത്ത് എന്ന് ഇമാം മഖ്രീസി റഹിമഹുല്ലാഹ്. അത് സലഫികൾ ചെയ്യണ സിയാറത്ത്. അവിടെ പോയി അവർക്ക് വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. എന്നാൽ അദ്ദേഹം ബിദ്അത്തായ ഹറാമായ സിയാറത്തിനെ പറഞ്ഞു. വയദഊന ബിഹിം, അവരെ കൊണ്ട് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. മൂന്നാമത്തെ പറഞ്ഞു വഖൗമു യസൂറൂനഹു, ചില ആളുകൾ ഖബറാളികളെ സന്ദർശിച്ചിട്ട് വയദഊന അൻഫസഹും, നേർക്ക് നേരെ ഖബറാളികളോട് ചോദിക്കുന്നവരെന്നെ കണ്ടില്ലേ, എന്റെ രോഗം മഹാനവറുകളെ മാറ്റിത്തരണേന്ന് പറയുന്നവർ എന്റെ വാക്കല്ല, ഷാഫി മദ്ഹബിലെ പണ്ഡിതനാ. അവർ അല്ലാഹുവിന്റെ റുബൂബിയത്തിൽ വരെ പങ്കുചേർത്ത ആളുകളാ, മുശ്രിക്കീങ്ങളാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു സൽബുദ്ധി കൊടുക്കണം. നമ്മളാരും മുശ്രിക്കാക്കാൻ വന്നൊന്നല്ല, നമ്മളാക്കൂല. സമസ്തക്കാര് മുശ്രിക്കീങ്ങളാ ഞങ്ങൾ പറയില്ല. ഞങ്ങൾ എന്തേ പറയുള്ളൂ, അത് ശിർക്കാണ്, അത് ചെയ്യല്ലേ, അതിൽ പോയി വീഴല്ലേ എന്ന് നസീഹത്തോടെ നിങ്ങളോട് പറയുക മാത്രം ചെയ്യണേ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സിയാറത്ത് ചെയ്യുക, ഖബറാളിക്ക് വേണ്ടി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. നിലവിളക്ക് അഗ്നി ആരാധനയുടെ ചിഹ്നമാണ്. അസ്സവാജറൻ ഇഖ്തിറാഫിൽ കബായിർ സൈനുദ്ദീൻ മഖ്ദൂമിന്റെ ഉസ്താദ് ഇബ്നു ഹദുൽ ഹൈതമി അദ്ദേഹം പറയുന്നതാണ്, നിലവിളക്കോ വിളക്കോ കത്തിച്ചു വെക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് പാലിക്കുക. പ്രിയമുള്ളവരെ, അവസാനമായി ഒരു പോയിന്റ് കൂടെ വിശദീകരിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. വിശുദ്ധ ഖുർആന്റെ പാരായണം സുന്നത്താണ്, തൗഹീദാണ്. അതിൽ തൗഹീദല്ലാത്തൊന്നും കാണൂല. ഇപ്പറയുന്ന ചോദ്യം നിങ്ങൾ പരലോകത്ത് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്വീകാര്യന്മാരായ ഉസ്താദുമാരുടെ അടുക്ക നിങ്ങൾ പോയി ചോദിച്ചു നോക്കും അല്ലേ. ഒരു വിശുദ്ധ ഖുർആൻ കയ്യിൽ കൊടുക്കാം. ഈ ഖുർആൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതീർണമായതാണല്ലോ. ഉസ്താദുമാരോട് ചോദിച്ചു നോക്കുക നിങ്ങൾ. ആണ് ആ റസൂലുള്ളാഹിക്ക് മുമ്പ് ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ ഇവിടെ കടന്നു പോയിട്ടുണ്ടല്ലോ. ഉണ്ട്. എങ്കിൽ മുൻകഴിഞ്ഞ ഏതെങ്കിലും ഒരു പ്രവാചകനോടോ ആ പ്രവാചകന്മാരെ
ആ പ്രവാചകന്മാർക്ക് അല്ല കൊടുത്ത കഴിവ് കൊണ്ടോ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ടോ ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാന്റെ ഖുർആനിലുണ്ടോ? നമ്മൾ സാധാരണ തേടാറുള്ള എന്താണ്? അല്ല കൊടുത്ത കഴിവുണ്ടെന്ന് പറയാം. അങ്ങനെ ഒരു കഴിവ് ആർക്കും കൊടുത്തിട്ടില്ല. അള്ളാഹു ഔലിയാക്കൾക്ക് അവർക്ക് ആവശ്യം വരുമ്പോൾ അല്ല അവരെ സഹായിക്കണതാണ്. അല്ലാണ്ട് കഴിവ് കൊടുക്കാന്നൊരു ഈ കൊടുത്ത കഴിവെന്നാണ് ഇപ്പൊ ലാസ്റ്റ് പെരിന്തൽമണ്ണ പാട്ട് വന്നില്ലേ? മടവൂരാര പടച്ചോനാണോ ചോദിച്ചവരോട് നീ ചൊല്ല്, അതെ അതെ അത് മടവൂരാണ്, ഞങ്ങളുടെ പടച്ചോൻ മടവൂരെ, അർശിന് മുകളിലാണ് മടവൂരെന്ന് പറഞ്ഞു. മരിക്കണ നേരത്തെ സി എന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാ? പടക്കാനുള്ള കഴിവ് മടവൂരിനല്ല കൊടുത്ത പടച്ചൂടേന്ന്. സിമ്പിളല്ലേ? അപ്പൊ മടവൂരാരായി? പടച്ചോനായി. ഈ കൊടുത്ത കഴിവ് മക്ക മുശ്രിക്കുകൾ ഉണ്ടാക്കിയതാ. ഔലിയാക്കൾക്ക് അല്ല കഴിവ് കൊടുത്തിട്ടില്ല. അള്ളാഹു അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ, അല്ലാതെ ഇത് ചെയ്യാനുള്ള കഴിവല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും നിങ്ങൾ ആലോചിച്ചോക്ക്. അവിടുന്ന് ഒരിക്കൽ പ്രവാചക സ്വഹാബത്തിന് വെള്ളമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം വന്നു. പിന്നീട് ഒരിക്കൽ വെള്ളമില്ലാതെ പ്രയാസപ്പെട്ടു. എന്നാ പിടിച്ചോടാ, എൻ്റെ കൈയിൻ്റെ ഇടയിൽ കൂടെ വെള്ളം വരുന്നവരനെ അല്ല, അവിടെ തയമ്മും ചെയ്യാനുള്ള ആയത്തിറങ്ങി. കണ്ടോ? അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം എന്നല്ല. നമ്മൾ വിചാരിക്കുന്ന മാല കാണാനില്ല എന്ന് പറയുമ്പോൾ മാല അവിടെ ഉണ്ട്, അത് പുറത്തൊന്നും പോയിട്ടില്ല എന്ന് പറയാം. എന്തിനാ? കുടുംബങ്ങളെ തമ്മിൽ തല്ലിക്കാനാൻ. അപ്പൊ സംശയമാണ്, ജ്യേഷ്ഠ എടുത്തിട്ടുണ്ടോ, അയൽവാസി എടുത്തിട്ടുണ്ടോ, എളാപ്പാൻ്റെ മോ എടുത്തിട്ടുണ്ടോ? അങ്ങനെ ഈ സംശയത്തുമ്പോൾ വസ്വാസിലാക്കി കൊടുത്തിട്ട് ഈ മന്ത്രവാദികൾ പറഞ്ഞുവിടും. ആ വക ഏർപ്പാടൊന്നും അല്ലാൻ്റെ ദീനിലില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കേണ്ടത് ഖുർആൻ ഒരു ഉസ്താദിന്റെ കൈ കൊടുത്ത് ചോദിക്കുക. ഈ ഖുർആൻ മുഹമ്മദ് നബിയിലൂടെ അവതീർണമായതാണല്ലോ. മുൻകഴിഞ്ഞ നബിമാരോടോ അവർക്ക് അല്ല കൊടുത്ത കഴിവുണ്ടോ ഹക്ക് ജാഹ് ബർക്കത്തുണ്ടോ ഒരു പ്രാർത്ഥന അല്ലാന്റെ ഖുർആനിലുണ്ടോ? ഇല്ല. മുഴുവൻ പ്രാർത്ഥനയും അല്ലാനോടാ. മുഴുവൻ പ്രാർത്ഥനയും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما رب ابن لي عندك بيتا في الجنة ونجني من فرعون وعملي وايوب اذ نادى ربه اني مسني الضر وانت ارحم الراحمين قال رب انصرني بما كذبون سبحانك فقنا عذاب النار ربنا انك من تدخل النار فقد أخزيته وما للظالمين من أنصار ربنا إننا سمعنا مناديا ينادي للإيمان أن آمنوا بربكم فآمنا فاغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الأبرار ربنا وآتنا ما وعدتنا على رسلك ولا تخزنا يوم القيامة إنك لا تخلف الميعاد. അള്ളാന്റെ ഖുർആൻ പറഞ്ഞ 100% പ്രാർത്ഥന ആരോടാ? അള്ളാനോട് മാത്രാണ്. ഹദീസ് ഗ്രന്ഥങ്ങൾ എടുത്തോ. വീട്ടിലേക്ക് കയറുമ്പോ, വീട്ടിൽ നിന്നിറങ്ങുമ്പോ, പുതുവസ്ത്രം ധരിക്കുമ്പോ, ഇടിമിന്നലുണ്ടാകുമ്പോ, ക്ഷുദ്രജീവികളുടെ ആക്രമങ്ങളെ ഭയപ്പെടുമ്പോ, കടക്കണിയിലൂടെ കുടുങ്ങുമ്പോ, മുഴുവൻ പ്രാർത്ഥനകളും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോടാ. റബ്ബി റബ്ബന അല്ലാഹുമ്മ എന്നല്ലാതെ ഒരു പ്രാർത്ഥനയും കാണാൻ പറ്റൂല. ഇനി നമ്മളുണ്ടാക്കിയ പുതിയ മാലമൗലിദുകളുടെ അവസ്ഥ എന്നറിയോ? ഇത്ര പെർഫെക്റ്റ് ആയിട്ട് തൗഹീദ് പറഞ്ഞിട്ട് എന്തുകൊണ്ടാ സമുദായം വഴിതെറ്റിന്നറിയോ? ഈ ബിദഅത്തിലൂടെയാ. നിങ്ങളാലോചിച്ചൊക്കെ മുഹിയുദ്ദീൻ മാലയിൽ ഒരു വരിയുണ്ട്, അത് ഗൗരവത്തിൽ തന്നെ കാണോട്ടോ. എന്താ അറിയോ? മര്യാദയുള്ള സീരിക്കോരു കുട്ടിയെ മന്നാനെ നൽക് നീ എന്ന് മോഴിന്തോവർ മറുപടി ലൗഹില്ലാവർക്കില്ല പിള്ളകൾ മുറുക്കുന്നു 2 കോടുക്ക് നീ ദയ്യാനെ കൊടുക്കാൻ എളുപ്പത്തിയില്ലെങ്കിൽ 3 കൊടുക്കണമങ്ങിനെ 7 പിണ്ടോവർ 8 വീടും മുമ്പായിറയവൻ എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. മൊയ്തീൻ ഷെയ്ഖിന്റെ അടുക്ക് ഒരാൾ വന്ന് പറഞ്ഞു, ഷെയ്ഖ് എനിക്ക് കുട്ടിയില്ല. ഉടനെ തന്നെ ഷെയ്ഖ് അള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹ് എന്റെ മുരീദിന് സന്താനത്തെ കൊടുക്കല്ലാ. അല്ല പറഞ്ഞു, നിന്റെ മുരീദിന് ലൗഹുൽ മഹ്ഫൂദിലെ സന്താനമില്ല.
എന്താണ് ലൗഹുൽ മഹ്ഫൂദ് എന്നറിയോ? ലോകത്തല്ലാഹു ആദ്യമായി പടച്ചത് ലൗഹിലെ കലമാണ്. ആ പേനയോട് എന്തൊന്ന് എഴുതി വെക്കാൻ പറഞ്ഞോ, അതേ ലോകത്തിലൂടെ നടക്കുകയെന്നുണ്ടെങ്കിൽ അള്ളാഹു ആ മനുഷ്യന് സന്താനത്തെ വിധിച്ചിട്ടില്ല, ലൗഹിൽ എഴുതിയിട്ടില്ല, സന്താനം കിട്ടൂല എന്ന് പറഞ്ഞപ്പോ മൊയ്തി ശൈഖ് പറയാണ്, ഒരെണ്ണം കൊടുക്കാൻ പറ്റൂലാന്നോ? എങ്കിൽ 2 എണ്ണം കൊടുക്കല്ല. അല്ല പറഞ്ഞു 2 പറ്റൂല എങ്കിൽ 3 എണ്ണം കൊടുക്കല്ല. അല്ല പറഞ്ഞു 3 പറ്റൂല എങ്കിൽ 4 എണ്ണം കൊടുക്കല്ല. പറഞ്ഞു 7 വരെ എത്തിയപ്പോ 8 വീടും മുമ്പായി ഇറയവൻ എങ്കി ഞാൻ 7 കൊടുക്കാമതെന്നോവർ. 8 എന്ന് പറയുമെന്ന് പേടിച്ചിട്ട് അല്ല പറഞ്ഞു, എന്നാ ഞാൻ 7 എണ്ണം കൊടുത്തോളാം. ഇത് കേൾക്കണ പഠിക്കണ ഒരു സാധാരണക്കാരന്റെ മനസ്സ് പറഞ്ഞ ചിന്ത എന്താണ്? അല്ല തരൂലാന്ന് അവന്റെ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചത് ആര് വാങ്ങിച്ചു തരും? മൊയ്തി ശൈഖ് വാങ്ങിച്ചു തരും. അള്ളാഹിനോട് ചോദിച്ചിട്ട് ഇനി കാര്യമില്ല. അള്ളാഹിനെ വിട്ടു പടപ്പുകളിലേക്ക് തിരിഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഈ ഇസ്തിയാസ ചെയ്യണ്ടല്ലോ, അള്ളാഹു അല്ലാത്തവരോട് ഈ സഹായം ചോദിക്കാനുണ്ടല്ലോ, അതിന്റെ വിധി എന്താണെന്നൊന്ന് ഉസ്താദ്മാരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഫർളാണോ, നിർബന്ധാണോ? അല്ല. സുന്നത്താണോ, കൂലി കിട്ടുന്ന കാരണമാണോ? അതുമല്ല. പിന്നെന്താണ്? അത് ഹലാൽ, കേവലം അനുവദനീയം. ഹലാൽ എന്ന വാക്കിന് അതിന്റെ താരീഫ് എന്താ, നിർവചനം എന്താണ്? ചെയ്ത കൂലിയോ ഉപേക്ഷിച്ചാൽ ശിക്ഷയോ ഇല്ലാത്തത്. ഏതുപോലെ ഇപ്പൊ മാങ്ങയുടെ സീസൺ അല്ലേ, ഒരാൾ മാങ്ങ തിന്നപ്പോൾ അറിയാതെ 2 പുഴുവിനെ തിന്നാൽ അതിന്റെ വിധി എന്താണ്? ഹലാൽ. അത്രയേ ഉള്ളൂ. അതിനാണ് നമ്മൾ സംവാദം, മുഖാമുഖം, ഗണ്ണനം ഇതൊക്കെ നടത്തിയത്. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് ഈ കാര്യത്തിന് വേണ്ടി അപ്പൊ ഇത് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസയോട് ആലോചിച്ച് ഇത്ര ഹലാലാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മൾ ഇതിനെ തർക്കിക്കണ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് മഹാന്മാരോട് തേട വന്ന ബെൻസ് കാർ പോണ പോലെയാണ്, അള്ളഹാനോട് തേട വന്ന ലോക്കൽ KSRTC പോണ പോലെയാണ്. നിങ്ങൾ ആലോചിച്ചൊക്കെ നമ്മുടെ മുമ്പിൽ ഈ ചൂടത്ത് ഒരു ബെൻസ് A ക്ലാസ് ബെൻസ് വന്നിട്ടുണ്ട്, ഒരു ലോക്കൽ KSRTC വന്നിട്ടുണ്ട്. നമ്മൾ ഏതിലാ കയറുക? ബെൻസ് കയറും. സാധാരണക്കാർ അള്ളാനെ വിട്ടു പടപ്പട പിടിക്കാൻ തുടങ്ങി. ഈ വക നിർവചനങ്ങളും ഇതുകൊണ്ടൊക്കെ കടന്നു വന്നതാണ്. ഖുർആനിൽ തൗഹീദ് അല്ലാതെ കാണില്ല, ഹദീസിൽ തൗഹീദ് അല്ലാതെ കാണില്ല. നമ്മളെ ആൾക്കാരെ വിചാരം ഇത് മദ്ഹല്ലേ എന്നും പറഞ്ഞിട്ടാണ് ഈ മാല മൗലിദൊക്കെ പാടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അങ്ങോട്ട് കയറാനൊന്നും സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങൾ ഉസ്താദിൻ്റെ അടുത്തൊക്കെ മുഹ്യിദ്ദീൻ മാലയിട്ട് പോകണം. പേജ് നമ്പർ, വരി നമ്പർ 102 മുതൽ 109 വരെയുള്ള വരികൾ എടുത്ത് നോക്കുക. റിഫായി മാല എടുക്കുക. എന്താ അറിയോ, 2 ത്വരീഖത്തുകാരെ എഴുതിയത്. അത് 2 തമ്മിൽ യുദ്ധമാണ്, ഭയങ്കര ഫൈറ്റാണ്. നമ്മുടെ ആൾക്കാരെ വിചാരിച്ച് മദ്ഹച്ചിട്ട് ഒരെണ്ണപ്പെടെ പാടും, അത് കഴിഞ്ഞ് അപ്പുറത്തൊന്ന് പാടും. ഇതെല്ലാ മാസവും ഉണ്ട്. ഇപ്പം നബിദിനത്തിന് പറയും മുഹമ്മദ് നബീനെ രക്ഷിച്ചത് നൂഹ് നബിയാണ്, നൂഹ് നബീനെ രക്ഷിച്ചത് മുഹമ്മദ് നബിയാണ്. അടുത്ത മാസം റബീഉൽ ആഖിർ ജീലാനി ദിനത്തിന് പാടും നൂഹ് നബീനെ രക്ഷിച്ചത് മൊയ്തി ശൈഖാൻ. നബിദിനത്തിന് പാടും ഇബ്രാഹിം നബീനെ രക്ഷിച്ചത് മുഹമ്മദ് നബിയാണ്. മങ്കൂസ് മൗലൂദിന്റെ തുടക്കത്തിൽ. അപ്പുറത്തെ മാസം റബീഉൽ ആഖിറിൽ പാടും ഇബ്രാഹിം നബീനെ രക്ഷിച്ചത് മൊയ്തി ശൈഖ്. അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞത് രണ്ടുമല്ല, ഞാനാ രക്ഷിച്ചത്. നൂഹ് നബീനെ രക്ഷിച്ചത് 23-ാം അധ്യായത്തിൽ 27-ാമത്തെ ആയത്ത് അള്ളാഹ് പറഞ്ഞു ഞാനാ രക്ഷിച്ചത്. ഇബ്രാഹിം നബിയുടെ വിഷയത്തിൽ അള്ളാഹ് പറഞ്ഞു കുൽനാ യാ നാറു കൂനി ബർദൻ വസ്സലാമൻ അലാ ഇബ്രാഹിം, ഞാനാ രക്ഷിച്ചത് എന്നുള്ളതാണ്. ഇത് ആളുകൾക്ക് അർത്ഥം അറിയാത്തതുകൊണ്ടാണ്. ഇപ്പം മങ്കൂസ് മൗലൂദിന്റെ 2-ാമത്തെ ഇക്കായത്തിൽ വഖാല ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് മാലു എന്നൊരു ഇബാറത്ത് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് പറയുമ്പോൾ ആൾക്കാരൊക്കെ റളിയല്ലാഹു അൻഹു എന്ന് പറയും. ആൾക്കാരുടെ വിചാരം ഉസ്മാൻ ഹുവൈരിസി ഒക്കെ കേട്ടപ്പോൾ മഹാനായ സ്വഹാബിയാണെന്ന. അമ്പലത്തിലെ പൂജാരിന്റെ പേരാ ഉസ്മാൻ ഇബ്നു ഹുവൈരിസി. അതിനാണ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞത്. റസൂലുള്ളാഹ് ജനിച്ചപ്പോൾ വിഗ്രഹം വീണോന്നും, അപ്പോൾ ആ ബിംബം വീണപ്പോൾ പൂജാരി ചോദിക്കാൻ, ബിംബം നീ എന്താ വീണ് കിടക്കണേ? അതാണ് പള്ളിയുടെ മീനാരത്തിൽ കൂടെ അങ്ങനെ കേൾക്കും, തനക്കസ്തമച്ചുലൂബൻ ഫമഅദാക കുല്ലനാ ഫമിൻ ഹുസ്നിനാ ഖദ്ദറത്തിൽ ലിഹിറു ബിസുഹബി. ഏ ബിംബമേ നീ എന്താ വീണ് കിടക്കണേ? സ്വലാത്തും വതസ്ലീമുൻ വഅസ്കാ തഹിയ്യതി. ആ പറഞ്ഞ പൂജാരിന്റെ പേരാണ് ഉസ്മാൻ ഇബ്നു ഹുവൈരിസ് എന്ന് പറയണേ. അപ്പൊ നമ്മളെ അർത്ഥം അറിയാത്തതുകൊണ്ട് അങ്ങനെ ചെല്ല. ആ മുഹ്യിദ്ദീൻമാല ഞാൻ സാമ്പിളിനൊന്ന് പറഞ്ഞുതരാം. കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ എല്ലാ അദൃശ്യം അറിയും മുഹ്യിദ്ദീൻമാല. അപ്പൊ റിഫായി മാല പറഞ്ഞു ഹോജ മുഹ്യിദ്ദീനും താമും കളിക്കുമ്പോൾ കണ്ണിന്റെ പിരികത്ത് മേലെ ഒളിച്ചവർ. ആളെ കണ്ണിന്റെ പിരികത്തിന്റെ മേലെ ഞാൻ കയറുന്ന എന്നെ പോലും കാണാൻ പറ്റിയിട്ടില്ല. റിഫായി മാല. മുഹ്യിദ്ദീൻമാല ഭൂമി എൻ്റെ കയ്യിൽ ഉണ്ട പോലെയാണ്. റിഫായി മാല ആലം 18,000 കൊണ്ടുവന്നാൽ എനിക്കൊരു കാലടി വെക്കാൻ തികയില്ല. മുഹ്യിദ്ദീൻമാല ഞാൻ എൻ്റെ വാപ്പാന്റെ മുതുകത്താകുമ്പോൾ കുത്തുബാൻ. റിഫായി മാല ഞാൻ വാപ്പാടെ മുതുകത്താവുമ്പോൾ കുത്തുബിനെയും വെല്ലുന്ന ഔസാൻ. മുഹ്യിദ്ദീൻമാല ഞാൻ 4 കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട്. റിഫായി മാല ഞാൻ 4 കിതാബ് ഓതാതെ പഠിച്ചിട്ടുണ്ട്. മുഹ്യിദ്ദീൻമാല ഞാൻ നിന്നിപ്പിൽ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. റിഫായി മാല ഞാൻ ഒറ്റക്കാലിൽ ഖുർആൻ ഓതി തീർത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ പടപ്പുകളോട് തേടിക്കൊണ്ടിരിക്കുമ്പോ മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ
നൽകാറ്, ഹിദായത്ത് നൽകാൻ, നേർമാർഗം നൽകാ, വ്യത്യസ്തമായ 3 രീതികളിലൂടെ തേടാ. ഫുയൂദാത്തുർ റബ്ബാനിയ ഫിൽ മആസിരിൽ ഖാദിരിയ എന്ന് പറഞ്ഞ കിതാബില് തിങ്കളാഴ്ച പാതിരാത്രി എണീറ്റ് 12 റക്അത്ത് നിസ്കരിച്ചിട്ട് അഡീഷണൽ 2 സുജൂദ് ചെയ്തിട്ട് ആ സുജൂദിൽ കിടന്ന് ആവശ്യം പറഞ്ഞിട്ട് ഇറാഖിന്റെ ബഗ്ദാദിന്റെ ഭാഗത്തേക്ക് 11 കാരടി വെച്ചിട്ട് ഓരോ കാരടിയിൽ യാ ഹവ്വാജ മുഹിയദ്ദീൻ, യാ ശൈഖു സക്കലീൻ മുഹിയദ്ദീൻ ഇങ്ങനെ പറഞ്ഞിട്ട് 11 കാരടി കഴിയുമ്പോ യാ ശൈഖു സക്കലീൻ അഇസ്നി വംദുദ്നി എന്ന് പറഞ്ഞു ശൈഖിനോട് ചോദിച്ചോ എന്ന് പറഞ്ഞവരോട് ചോദിക്കട്ടെ, അബ്ദുൽ ഖാദർ ജീലാനി ആരാണെന്നറിയുമോ? യസീദിന്റെ ഭരണകാലഘട്ടത്തിൽ ഭരണകൂടത്തോടുള്ള എതിർപ്പ് കാരണം അദ്ദേഹത്തിന്റെ പിതാവ് മദീന വിട്ട് താമസമുറപ്പിച്ചത് കാസ്പിയൻ കടൽ തീരത്തുള്ള കൈലാൻ എന്ന് പറയുന്ന പട്ടണത്തിലാണ്. അവിടെയാണ് അബ്ദുൽ ഖാദർ എന്ന് കുട്ടി ജനിക്കുന്നത് എങ്കിൽ സ്ഥലപ്പേരിനോട് ചേർത്ത് അബ്ദുൽ ഖാദർ ജീലാനി. ചെറുപ്പത്തിലെ വാപ്പ മരിച്ച യതീമായ മകന് ഉമ്മ പാഴ്സി ഭാഷയിൽ പ്രാഥമിക വിദ്യാഭ്യാസം കൊടുക്കുകയാ. 300 മൈലുകൾക്കപ്പുറമുള്ള ഇറാഖിന്റെ ബഗ്ദാദിലെ നിസാമിയ യൂണിവേഴ്സിറ്റിയിൽ 18 വയസ്സാകുമ്പോ അവിടെ നിന്ന് ഇൽമു പഠിക്കാനായി പറഞ്ഞു വിടുന്നുണ്ട്. ഖുർആനിലെ ഹദീസിലെ അറബി ഭാഷയില് പ്രധാന ഉസ്താദ് അല്ലാമ യൂസുഫ് ബിൻ അയ്യൂബുൽ ഹമദാനി എന്ന് പറയുന്ന പണ്ഡിതന്റെ കീഴില് പഠനം പൂർത്തിയാക്കി ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നുണ്ട്, മോന് ജനങ്ങൾ അന്ധവിശ്വാസങ്ങളിലാണ്, അനാചാരങ്ങളിലാണ്, തൗഹീദിന്റെ ധ്വജവാഹകനായി മാറണമെന്ന് പറഞ്ഞപ്പോ വിവാഹം കഴിക്കാത്ത 26കാരൻ ഇറങ്ങുകയാ. കവലകളായ കവലകൾ മുഴുവൻ തൗഹീദിന്റെ പ്രഘോഷണങ്ങളെ തീർക്കുന്നുണ്ട്, ലോകത്തിന് വിലപ്പെട്ട കിതാബുകളെ സമ്മാനിക്കുന്നുണ്ട്. ജന്മനാട്ടിലേക്ക് വരുന്നത് 52ാമത്തെ വയസ്സിലാ. അന്ന് നാട്ടുകാരെ വിളിച്ച പേരാണ് മുഹിയദ്ദീൻ. അങ്ങനൊരു പണ്ഡിതൻ അറിയോ? സമസ്ത പറഞ്ഞത് ദീൻ താൻ വിളിച്ചോവർന്നാൻ. മുഹിയദ്ദീൻ എന്നുള്ള പേര് വെള്ളിയാഴ്ച ദിവസം അദ്ദേഹം വരുമ്പോൾ ദീനുൽ ഇസ്ലാം മനുഷ്യന്റെ രൂപത്തിൽ മരിക്കാനായി കിടക്കുമ്പോൾ ദീനുൽ ഇസ്ലാമിനെ അബ്ദുൽ ഖാദർ ജീലാനി തലോടിയപ്പോൾ എഴുന്നേറ്റിരുന്ന് പറഞ്ഞു, എൻ്റെ പേര് ദീനുൽ ഇസ്ലാം, ഞാൻ മനുഷ്യരൂപത്തിൽ വന്നതാണ്, നിങ്ങളാണ് എന്നെ ജീവിപ്പിച്ചത്, അതുകൊണ്ട് നിങ്ങളുടെ പേര് മുഹിയദ്ദീൻ എന്നാണ്. ആരാ എഴുതിയതെന്നറിയോ? മുഹിയദ്ദീൻമാല വ്യാഖ്യാനം വരിയുടെ നമ്പർ 26, പുസ്തകത്തിന്റെ ഓദർ മുസ്തഫൽ ഫൈസി. എന്നിട്ട് ആ പുസ്തകത്തിൽ പിന്നെ വിശദീകരിക്കുന്നത് ദീനുൽ ഇസ്ലാം എന്ന മതം മനുഷ്യരൂപം പ്രാപിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് പിന്നീടുള്ള ചർച്ച. അള്ളാഹു സൽബുദ്ധി കൊടുക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ആ മഹാപണ്ഡിതൻ, അദ്ദേഹത്തിന്റെ കിതാബ് നമുക്കറിയോ, നമ്മൾ മക്കയിലും മദീനയിലൊക്കെ പോണവരല്ലേ, നിങ്ങൾ അവിടുത്തെ ബുക്ക് സ്റ്റാൾ പോയി ചോദിക്കുക, മുഹിയദ്ദീൻമാലൊരു കുത്തുബിയ്യത്ത് അബ്ദുൽ ഖാദർ ജീലാനിയുടെ അവര് മേപ്പിട്ട് വെക്കും. കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുമില്ല, മൊയ്തീൻ ശൈഖിനും പരിചയമില്ല. ഇന്ന് അദ്ദേഹത്തിന്റെ ഒറിജിനൽ കിതാബുണ്ട്, ഫതുഹുർ റബ്ബാനി, ഫുതുഹുൽ ഗൈബ്, മറ്റുള്ളവർ കൈകടത്തി എന്ന് പറയപ്പെടുന്ന ഉൻയത്തുൽ താലിബീൻ, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. സൂറത്ത് ജിന്നിലെ 18ാമത്തെ ആയത്ത്. പള്ളികളെല്ലാം അല്ലാഹുള്ളതാണ്, അള്ളാന്റെ കൂടെ മറ്റാരോടും ദുആ ചെയ്യില്ലേ എന്ന ആയത്തിനെ മുഹിയദ്ദീൻ ശൈഖ് വിശദീകരിച്ചത് എങ്ങനെയാണെന്നറിയോ? ഇജ്അൽ ഖൽബക മസ്ജിദാ, നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണം. ആ ഹൃദയമാകുന്ന പള്ളിയില് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, അള്ളാന്റെ കൂടെ മറ്റാരോട് നീ ദുആ ചെയ്യരുതെന്ന. മരിക്കണ നേരത്ത് അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ പേര് അബ്ദുൽ വഹാബ് എന്ന. അബ്ദുൽ വഹാബ് മകനോട് വാപ്പ കൊടുക്കണ വസിയത്ത്, ജീവിതത്തിൽ ആശ്രയം തേടാൻ അള്ളാനെ മാത്രമേ കാണാവുന്നതാണ്. കണ്ടോ, അള്ളാനെ ഭയപ്പെടണം, അള്ളാഹ്ക്കെതിരെ ഒരു മഖ്ലൂക്കിനെയും പേടിക്കാൻ പാടില്ല എന്ന് വാപ്പ മകന് കൊടുത്തു. അതാ മുഹിയദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി. പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കട്ടെ. ബദരീങ്ങളോട് തേടുന്ന ആളുകള് يمن به حل الردى ومن بهم النكدا كل نادي مسنجدا يا أهل بدر الشهداء. ആദിയുണ്ടോ, വ്യാധിയുണ്ടോ, ദുഃഖമുണ്ടോ, വിഷമമുണ്ടോ, വിളിച്ചോ ബദർ ശുഹദാക്കളെ എന്ന് ബദരീങ്ങളോട് തേടുന്നവരുണ്ടെങ്കിൽ ആരാ ബദരീങ്ങളെന്ന് മറന്നുപോയോ? എന്താണ് ബദറിന്റെ ആദർശമെന്ന് മറന്നുപോയോ? ആയുധ
സാമഗ്രികളില്ലാതെ ഈമാനെ കൈമുതലാക്കി ബദറിന്റെ രണഭൂമിയിലേക്ക് അവരിറങ്ങുമ്പോ അവിടെ പടർന്നു പന്തലിച്ചൊരു ആദർശമുണ്ട്. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. കഴിക്കാൻ ഭക്ഷണമില്ല, മുറിഞ്ഞ വാർത്തലപ്പുകളാണ്, ആയുധങ്ങളില്ല, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട വർഷമാണ്. കാരക്കയുടെ ചീള കൊണ്ട് മധുരം നുകർന്ന് ബാക്കി അരയിലൂടെ കരുതി വെക്കുന്ന പട്ടിണിക്കോലങ്ങള്, മൂന്നിരട്ടിയിലധികം വരുന്ന ഭക്ഷണം കഴിച്ച് സുസജ്ജരായ ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളോട് നേരിടുമ്പോ 304 306 309 313 316 319 ഇങ്ങനെ അഭിപ്രായങ്ങളിലൂടെ കാണാ. അവരോട് നേരിടുമ്പോ ഒരേ ഒരു ധൈര്യമാണ്, ഹസ്ബുനല്ലാഹ്. എന്തിനാ ബദർ നടന്നതെന്നറിയാൻ അള്ളാന്റെ ഖുർആന് പറയാണ്. അവിടുന്ന് ഖുർആനിലൂടെ സൂറത്തു ആൽ ഇംറാനിലൂടെ കാണാ, ഇത് നിർഭയത്വത്തോടുകൂടെ സകലമാന സ്വഹാബത്തിനെയും അല്ലാഹു ഉറക്കിക്കിടത്തുകയാ. അള്ളാഹു ഉറക്കിക്കിടത്തുകയാണ്. എന്തിനാണെന്നറിയോ? പിറ്റേ ദിവസം ക്ഷീണമില്ലാതെ യുദ്ധം ചെയ്യാനാണെങ്കിൽ ഉറങ്ങാൻ മനക്കരുത്ത് വരുമോ? പക്ഷേ അള്ളാഹു അവരെ ഉറക്കിയിട്ടുണ്ടെങ്കിൽ ബദറിന്റെ രണഭൂമിയിൽ ഉറങ്ങാത്തൊരു നായകനുണ്ട്. ആരാണ്? ലോകത്തിന്റെ മുത്തേ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങണില്ല. നിരന്തരമായ തേട്ടമാണ് അള്ളാഹിനോട്. കൈകളിങ്ങനെ നേർക്ക് നേരെ പിടിക്കുന്നവരുണ്ട്, ഒരൽപ്പം ഉയർത്തിപ്പിടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ കക്ഷത്തിന്റെ വെള്ള കാണുമാർ ഇരു കരങ്ങളും ആകാശ ഗോപുരങ്ങളിലേക്ക് ഉയർത്തിപ്പിടിച്ച് കരങ്ങിക്കരഞ്ഞ കണ്ണോടുകൂടെ തേടിയത് എന്താണെന്നറിയോ? അല്ലാഹുമ്മയും തുഹ്ലിക ഹാദിഹിൽ ഇസ്വാബ്. അല്ലാഹുവേ, ഈ ചെറുസംഘത്തെ എങ്ങാനും നീ നശിപ്പിക്കുകയാണെങ്കിൽ ഭാര്യമാര് വിധവകളാകുമോ എന്ന് പേടിയല്ല, മക്കൾ യതീമുകളാകുമോ എന്ന് ഭയമല്ല, കൊച്ചു മദീനയുടെ ഭരണം നഷ്ടപ്പെടുമോ എന്ന് പേടിയല്ല. ലം തുഅബദ അബദാ, നിന്നെ മാത്രം ആരാധിക്കപ്പെടില്ല അല്ലാ. പ്രാർത്ഥിച്ച് ഷോൾഡറിലുള്ള തട്ടം പോലും താഴെ വീണു പോകുമ്പോ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണ്ണുമിടിക്കുമ്പോ കാണുന്ന കാഴ്ച ഇതാണെങ്കിൽ പിന്നിൽ നിന്ന് വാരിപ്പണർന്നിട്ട് പറയാണ്, മദി റസൂലേ, അല്ലാഹു കൈവിടില്ല നബിയേ. എന്തിനാ ബദരീങ്ങളുടെ നൊമ്പരങ്ങള്, അവരുടെ ജീവൻ കൊടുത്തത് എന്തിനാ? ദ്വന്ദ്വയുദ്ധത്തിലൂടെ ആദ്യമായി ഷഹീദായ ഉബൈദ കണങ്കാലിന് വെട്ടുകൊണ്ട് താഴെ വീഴുമ്പോ നിലത്ത് കിടക്കുന്ന ഉബൈദത്തിന് നേരെ വീണ്ടും ശത്രുവാള് കൊണ്ടാഞ്ഞു വെട്ടുമ്പോ തടുക്കാനുള്ള ശ്രമങ്ങളിലൂടെ കൈക്ക് വെട്ടേറ്റുകൊണ്ട് ബദറിന്റെ രണഭൂമി ഉബൈദയുടെ രക്തത്താൽ ചുകന്നു പോകുമ്പോ വാരിയെടുത്ത റസൂലുള്ളാഹിന്റെ മടിത്തട്ടിലൂടെ കൊണ്ടുവന്ന് കിടച്ചുമ്പോ അവിടെ കിടന്നുകൊണ്ട് പറഞ്ഞില്ല നബിയേ, ബദർ യുദ്ധക്കളം വിട്ട് പിരിന്തോ ഞാനേ, ബദർ ശുഹദാക്കളിൽ ഞാനോ പെടുമോ തേനേ. അങ്ങവിടെ ബദറിന്റെ രണഭൂമിയിലോട് ഷഹീദാവാന് മോഹിച്ചവനാണ് ഞാനെന്നുണ്ടെങ്കിൽ എന്തിനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ കിടന്നുകൊണ്ട് മരിച്ചാ ബദർ ശുഹദാക്കളിൽ പെടുമോ നബിയേ? പാതിരാവിലും പാതി വിരിയുന്ന പാരിജാതങ്ങൾ തോറ്റുപോകുന്ന പുഞ്ചിരി അത് ലോകത്തുണ്ടെങ്കിൽ അത് ലോകത്തിന്റെ മുത്തിൻ്റെതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ആ മുഖമങ്ങ് വാടുകയാണ്, കണ്ണ് നിറഞ്ഞൊലിക്കുന്നുണ്ട് ഉബൈദ. കൊഞ്ചം ബദറെ പോച്ചുണ്ടനക്കിയും ബദർ ശുഹദാക്കളിൽ നീയോ പെടുമേ തേനേ. നീ എവിടെ കിടന്ന് മരിച്ചാലും ഷഹീദ. എന്തിനാ ബദരീങ്ങൾ അവരുടെ കയ്യും കാലം കൊടുത്തത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ഭാര്യമാരെ വിധവകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ മക്കളെ യതീമുകളാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ കുടിലുകൾ അന്യായമാക്കിയത്? എന്തിനാ ബദരീങ്ങൾ അവരുടെ ജീവൻ പോലും റബ്ബിന്റെ മാർഗത്തിലൂടെ കൊടുത്തത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന
മഹിതമായ ആദർശത്തിനാണെങ്കിൽ ആ ബദരീങ്ങളോട് ഹൃദയത്തിന്റെ കോണിലൂടെ സ്നേഹമുണ്ടോ എങ്കിൽ ആ ബദരീങ്ങളോട് തേടാനില്ല. ആ ബദരീങ്ങൾ പറഞ്ഞ അല്ലാഹ്, അണ്ടകടാഹങ്ങളുടെ സട്ടാവായ അല്ലാഹ്, ബ്രഹ്മാണ്ടങ്ങളുടെ സട്ടാവായ അല്ലാഹ്, സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്ന അല്ലാഹ്, അവൻ എന്തിനും കഴിവുള്ള ഖദീറ, എല്ലാം കാണാൻ കഴിവുള്ള ബസീറ, തലച്ചോറിന്റെ ചിന്തകൾ അറിയുന്ന അല്ലാഹ്. നമ്മുടെ ഹൃദയത്തിന്റെ താളം തെറ്റുമ്പോ ഏഴാകാശങ്ങൾക്കപ്പുറത്ത് വിവരമറിയുന്ന അല്ലാഹ്, അവൻ ഏകനായ റബ്ബാണെങ്കിൽ ആ റബ്ബിലേക്ക് തിരിച്ചോ നമ്മളുടെ കരങ്ങള്. ബദരീങ്ങൾ ഇസ്തിആസ ചെയ്തതാരോടാണെന്നറിയോ? 8-ാം അധ്യായം സൂറത്തു അൻഫാൽ 9-ാമത്തെ ആയത്ത്. ഇത് തസ്തഈസൂന റബ്ബഹും, അവരുടെ റബ്ബിനോടാണ്, അല്ലാഹ്നോടാ. മുത്ത് നബി അല്ലാഹ്നോട് തേടണമെന്ന് പറയാനാ. ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ അല്ലാഹുടെ തേടൂ. വലാ ഉശ്രികു ബിഹി അഹദ, അവനോട് മറ്റാരും ഞാൻ പങ്കു ചേർക്കില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രഖ്യാപന സൂറത്തു ജിന്ന് ആയത്ത് നമ്പർ 20. അതിന് മക്കയുടെ പാറനിബിഡമായ മക്കയിൽ അള്ളാന്റെ ഹബീബിനെ ചവിട്ടി മതിച്ചത്, തായിഫിന്റെ മണ്ണിൽ കല്ലെറിഞ്ഞത്, പ്രവാചകന് ജനിച്ച നാടിനോട്, പിച്ചവെച്ച് നടന്ന മക്കയുടെ മണ്ണിനോട്, ഓടി നടന്ന മക്കയുടെ ഹൃദയത്തോട്, പറന്നു വീണ മക്കയുടെ മടിത്തട്ടിനോട് ഹൃദയം പറിച്ചെടുത്ത വേദനയോടെ യാത്ര പറയേണ്ടി വന്നത് അള്ളാനെ മാത്രം ആരാധിക്കണം, അവനോട് മാത്രം തേടണമെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണെങ്കിൽ, പ്രിയമുള്ളവരെ, അള്ളാഹു ബഹുമാനിച്ചവരെ നമുക്ക് ബഹുമാനിക്കാം, അള്ളാഹു ആദരിച്ചവരെ നമുക്ക് ആദരിക്കാം. പക്ഷെ ആരാധന അള്ളാഹ്ക്ക് മാത്രമാവാൻ നമ്മൾ ശ്രദ്ധിക്കാം. ഇൽമ് പഠിക്കാൻ ശ്രദ്ധിക്കാം. വിശുദ്ധ ഖുർആനും ഹദീസും അനുസരിച്ച് ജീവിക്കാൻ ശ്രദ്ധിക്കുക. ഇത്തിരി പോകുന്നൊരു ജീവിതം പൗരോഹിത്യത്തിൻ്റെ കാൽക്കീഴിലൂടെ പണയം വെക്കാനില്ല. അള്ളാഹുവിൻ്റെ ദീനിൽ ചൂഷണങ്ങളില്ല, കച്ചവടങ്ങളില്ല. ഇത് വാശിയും വൈരാഗ്യം ഒന്നുമല്ല പ്രിയമുള്ളവരെ. നമ്മളുടെ ഖബറിൽ നമ്മളെ ഉണ്ടാകുമെന്നുള്ള ബോധ്യം കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ അന്വേഷിക്കുക. അള്ളാഹിൻ്റെ ഖുർആൻ എവിടെയെങ്കിലും പറഞ്ഞോ അല്ലല്ലാത്തവരോട് തേടണമെന്ന്, അല്ലെങ്കിൽ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട് തേടാൻ, കൊടുത്ത കഴിവുകൊണ്ട് എവിടെയും പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൻ്റെ യഥാർത്ഥമായ ഔലിയാക്കളെ നമ്മൾ പറഞ്ഞു, അവരുടെ കറാമത്തിൻ്റെ മേഖലകൾ നമ്മൾ പറഞ്ഞു. ആ കറാമത്ത് പ്രകടമായാൽ വിശുദ്ധ ഖുർആനിലെ 3-ാം സൂറത്ത് ആൽ ഇംറാൻ 38-39 ആയത്തിൽ മറിയം ബീവിക്ക് അള്ളാഹു ആകാശത്തുനിന്ന് പഴമിറക്കി കൊടുക്കണ കറാമത്ത് കണ്ടപ്പോൾ മറിയം ബീവിയോട് ചോദിക്കാതെ ഹുനാലിക ദഅ സക്കരിയ റബ്ബ, അവിടെ വെച്ച് അപ്പോ അള്ളാഹിനോട് സക്കരിയ നബി തേടി, പടച്ചോൻ എനിക്കൊരു നല്ല കുട്ടീനെ തരണേ. കറാമത്ത് കണ്ടു, കറാമത്ത് അംഗീകരിച്ചു. ആരാണോ മറിയം ബീവിക്ക് കറാമത്ത് കൊടുത്തത് ആ അള്ളാഹിനോട് ചോദിച്ചു. ഓക്കെ, കറാമത്തിൻ്റെ ഉടമസ്ഥൻ അള്ളയാണ്, അല്ലാതെ മറ്റൊരു പടപ്പുകളുമല്ല. അതുകൊണ്ട് ആ യജമാനോട് ദുആ ചെയ്ത് നേരിൻ്റെ പാന്താവിലൂടെ മുന്നോട്ട് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതുവരെയുള്ള എൻ്റെ സംസാരത്തിൽ ആരുടെങ്കിലും മനസ്സിനെ വേദനിപ്പിക്കുമാറ് പ്രതിപക്ഷ ബഹുമാനമില്ലാത്ത ഒരു വാക്ക് എന്നിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നാളെ ആഖിറത്തിലേക്ക് മാറ്റിവെക്കാതെ നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ്. ആദർശപരമായി പറഞ്ഞത് മനഃപൂർവ്വം പറഞ്ഞതാണ്, ബോധപൂർവം പറഞ്ഞതാണ്. പഠന വിധേയമാക്കണേന്ന് മാത്രമേ ഓർമ്മപ്പെടുത്താനുള്ളൂ. അള്ളാഹുവെ സ്വീകരിക്കണേ. അള്ളാഹു സാക്ഷിയ ഈ പ്രബോധനം ഞങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണം മാത്രമാണ്. മറ്റൊരു ലാഭേച്ഛയും നിങ്ങൾ ഇന്ന് ആഗ്രഹിച്ചിട്ടില്ല. അതുകൊണ്ട് അള്ളാഹിനെ സാക്ഷി നിർത്തി നിങ്ങളോട് പറയാൻ, ഇഷ്ടമുണ്ടോ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലേ നിങ്ങൾക്ക് തള്ളിക്കളയാ. ലാ ഇക്റാഹ ഫിദ്ദീനി ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്, മതത്തിൽ ബലാൽക്കാരില്ല. സത്യമിത അസത്യമിത ആയത്തിൽ കുർസിക്ക് ശേഷമുള്ള സൂറത്തുൽ ബഖറയിലെ ആയത്താൻ. അള്ളാഹു ഹക്കുൾ കൊണ്ട് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു സ്വീകരിക്കണേ, അള്ളാഹ് ഖബൂൽ ചെയ്യണേ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين. اللهم انصر إخواننا المسلمين المضاعفين المجاهدين في فلسطين وفي رفح وفي عزة وفي جميع بلادنا. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا.
اللهم لا تسلط علينا من لا يرحمنا ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണേ എന്ന ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.